ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. മണ്ഡലത്തിലേക്ക് എപ്പോഴാ ഒരുപാട് സന്തോഷമല്ലേ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്ന് രാവിലെ കോഴിക്കോട് തളിക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയതാണ്. ഇന്ന് നിരവധിയായിട്ടുള്ള സന്ദർശന പരിപാടികളുണ്ട് സുരേഷ് ഗോപിക്ക്. അപ്പോൾ രാവിലെ തന്നെ തളിക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു സുരേഷ് ഗോപി. മണ്ഡലത്തിലേക്ക് ഉൾപ്പെടെയുള്ള യാത്രയെ പറ്റിയൊക്കെ സംസാരിക്കുകയായിരുന്നു സുരേഷ് ഗോപി. അപ്പോൾ എന്നാൽ മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ഒരുപാട് വാർത്തകൾ, സുരേഷ് ഗോപിയുടെ യാത്രകളുണ്ടായിരുന്നു, ഒരുപാട് ഇടങ്ങളിൽ സന്ദർശനം. രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലും മലപ്പുറത്തുമുണ്ട്. ഈ വാർത്തകളിലേക്കൊക്കെ നമുക്ക് വിശദമായി എത്താം. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ആന്ധ്രയിലും ഒഡീഷയിലും ഇന്ന് സത്യപ്രതിജ്ഞയാണ്. അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും നാഷണൽ ഡെസ്കിൽ നിന്ന്. ഈ വാർത്തകളിലൊക്കെ നമുക്ക് വിശദമായി എത്താം. ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ആദ്യം ഈ സുരേഷ് ഗോപിയുടെ കോഴിക്കോടും കണ്ണൂരിലുമായിട്ടുള്ള സന്ദർശനങ്ങളെ പറ്റി തന്നെ പോകാം. ആദ്യം രാവിലെ തളിക്ഷേത്രത്തിൽ ദർശനം നടത്തി. ഇനി PV ഗംഗാധരന്റെ വീട് സന്ദർശിക്കാൻ പോവുകയാണ്. കോഴിക്കോട്ടെ സന്ദർശനത്തിന് ശേഷം കണ്ണൂരിലെത്തുന്ന സുരേഷ് ഗോപി രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ് എന്നിവിടങ്ങളിലും ദർശനം നടത്താൻ പോകുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെയും സുരേഷ് ഗോപി സന്ദർശിക്കും. ഇത് രാവിലെ ഇന്ന് തളിക്ഷേത്രത്തിൽ സുരേഷ് ഗോപി എത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. രാവിലെ 6:30 തന്നെ അദ്ദേഹം തളിക്ഷേത്രത്തിലേക്ക് എത്തി. MS അനീഷ് കുമാറാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനീഷ, സുരേഷ് ഗോപിയെ കാത്ത് വലിയൊരു മാധ്യമ പട എന്നൊക്കെ തന്നെ വിശേഷിക്കും. എത്രമാത്രം ആളുകൾ ഉണ്ടായിരുന്നല്ലോ അവിടെ. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ന് സുരേഷ് ഗോപിയുടെ സന്ദർശന പരിപാടികൾ എന്തൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? കേന്ദ്ര സഹമന്ത്രിയായ ശേഷം ആദ്യമായിട്ടാണ് അദ്ദേഹം കേരളത്തിലെത്തുന്നത്. ഇന്നലെ രാത്രി കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തി. അതിനുശേഷം രാത്രി തന്നെ കോഴിക്കോട് നഗരത്തിലെത്തി അദ്ദേഹം തങ്ങുകയായിരുന്നു. തുടർന്ന് രാവിലെ 6 തളിക്ഷേത്രത്തിലേക്കാണ് അദ്ദേഹം എത്തിയത്. ഏതാണ്ട് അരമണിക്കൂറോളം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷം ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം ഈ തളിക്ഷേത്രത്തിൽ നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള BJPയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോവും. അവിടെ പ്രവർത്തകരുമായി കൂടിക്കാഴ്ച നടത്തും. പിന്നീട് അടുത്തിടെ അന്തരിച്ച സിനിമാ നിർമ്മാതാവും വ്യവസായിയുമൊക്കെയായ PV ഗംഗാധരന്റെ വീട് സന്ദർശിക്കാൻ അദ്ദേഹം പോകുന്നുണ്ട്. ആ വീട് സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കണ്ണൂരിലേക്ക് അദ്ദേഹം പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കണ്ണൂർ പയ്യാമ്പലത്ത് KG മാരാർ, BJPയുടെ മുൻകാല നേതാവായിരുന്ന KG മാരാരുടെ സ്മൃതി മണ്ഡപത്തിൽ അദ്ദേഹം പുഷ്പാർച്ചന നടത്തും. തുടർന്ന് മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ശാരദ ടീച്ചറെ കാണുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അദ്ദേഹം ഇന്നത്തെ ഈ സന്ദർശന പരിപാടിയിലുള്ളത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറം അപ്രതീക്ഷിതമായ മറ്റു ചില ഇടങ്ങളിലും സമൂഹത്തിലെ ഉന്നതരായ മറ്റു ചില വ്യക്തികളെ കൂടി കാണാനൊക്കെ അദ്ദേഹം പോകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഔദ്യോഗികമായ പരിപാടികൾ ഇത്രയുമാണ്. അദ്ദേഹം എന്തായാലും ഇപ്പോൾ തളിക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് മൊറാർജി ഭവനിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. എൽദോ, തൊട്ടുമുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? ഇനി മണ്ഡലത്തിലേക്ക് പോകുന്ന ഉൾപ്പെടെ കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ബാക്കി എന്തൊക്കെ ചെയ്യും കാര്യങ്ങളൊക്കെ മാധ്യമങ്ങൾ ഉന്നയിച്ചപ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരുന്നു? അതിൽ കാര്യമായ പ്രതികരണം അദ്ദേഹം സന്തോഷം എന്ന രീതിയിലേക്ക് 1-2 വാക്കുകൾ മാത്രമാണ് പറഞ്ഞ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിഞ്ഞതിൽ മറ്റ് കാര്യമായ വിഷയങ്ങൾ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. പ്രത്യേകിച്ചും ക്ഷേത്രമാണ്, ക്ഷേത്ര പരിസരമാണ്. അതുകൊണ്ട് മറ്റ് ഭക്തജനങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് കാര്യമായ രീതിയിൽ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ പാർട്ടി ഓഫീസിലെ സന്ദർശനത്തിന് ശേഷം കൂടുതൽ കാര്യമായി അദ്ദേഹം മാധ്യമങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തോ ഈ പാർട്ടി ഓഫീസിൽ ജില്ലാ നേതൃത്വം പൂർണ്ണമായും ഉണ്ടാകുമോ? സാധാരണക്കാരായ പ്രവർത്തകർ എല്ലാവരെയും ക്ഷണിക്കുകയോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതോ ഒരു ചുരുങ്ങിയ നേതാക്കൾ മാത്രമാണോ അവിടെ ഉണ്ടാകുക? അങ്ങനെ വളരെ വിപുലമായ പരിപാടികളൊന്നും ക്രമീകരിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ BJP ജില്ലാ പ്രസിഡന്റ് PK സജീവിന് ഒപ്പം MT രമേശ്, കോഴിക്കോട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ MT രമേശ്, അങ്ങനെയുള്ള ചില ആളുകൾ നിലവിൽ തന്നെ ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ഒപ്പം BJPയുടെ പ്രധാന നേതാക്കൾ, ജില്ലയിലെ ഭാരവാഹികൾ എന്നിവരൊക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെയും ഈ കോഴിക്കോട്ടെ പാർട്ടിയുമായി അടുത്ത ബന്ധം സുരേഷ് ഗോപി പുലർത്തിയ ഒരു സാഹചര്യമുണ്ട്. എന്തായാലും
അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആദ്യം മന്ത്രിസ്ഥാനം ഏറ്റെടുത്ത ശേഷം എത്തുന്നത് കോഴിക്കോട്ട് മാരാർജിയുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയുള്ള പോലെയുള്ള കാര്യങ്ങൾ, ഈ ബലിദാനികൾ സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ ദിനത്തിലെ പരിപാടികളിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്നത്. ഒപ്പം കോഴിക്കോട് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കേതങ്ങളിലൊന്നാണ് തളി ക്ഷേത്രം. ആ തളി ക്ഷേത്രത്തിലെ ദർശനം അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷം പാർട്ടി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ പാർട്ടി ഓഫീസിലെ പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷം പിന്നീട് മാധ്യമങ്ങളെ കണ്ടേക്കും. യെസ്, എന്തായാലും MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകുന്നത്. തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൂടി സുരേഷ് ഗോപി നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനീഷും അങ്ങോട്ടുള്ള നടത്തത്തിലാണ്, അതുകൊണ്ടാണ് ശബ്ദം അങ്ങനെ. എന്തായാലും സുരേഷ് ഗോപി ഇന്ന് രാവിലെ കോഴിക്കോട് ഉണ്ട്. ഇനി കണ്ണൂരിലേക്കും ഇന്ന് പോകുന്നുണ്ട്. പലയിടങ്ങളിലായിട്ടുള്ള സന്ദർശന പരിപാടികൾ, ഗൃഹസന്ദർശനം ഉൾപ്പെടെ അത് രാവിലെ തളി ക്ഷേത്രത്തിലെത്തി. ഇനി നേരത്തെ അനീഷ് സൂചിപ്പിച്ചതുപോലെ നിർമ്മാതാവും വ്യവസായമൊക്കെ ആയിരുന്ന PV ഗംഗാധരൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം പോകും. ഒപ്പം തന്നെ പാർട്ടി ഓഫീസിലും അദ്ദേഹത്തിൻ്റെ ഒരു സന്ദർശനമുണ്ട്. അവിടെ ജില്ലാ നേതൃത്വം അദ്ദേഹത്തിന് സ്വീകരണം നൽകും. പിന്നീടാണ് കണ്ണൂരിലേക്ക് പോവുക. കണ്ണൂരിൽ സുരേഷ് ഗോപി അവിടെ ചില ക്ഷേത്രങ്ങളിൽ, രാജരാജേശ്വര ക്ഷേത്രം, പറശ്ശിനിക്കടവ്, ഇവിടെയൊക്കെ ദർശനം നടത്തുന്നുണ്ട്. ഒപ്പം മുൻ മുഖ്യമന്ത്രി EK നായനാരുടെ വീട്ടിലേക്കും അദ്ദേഹം പോകും. അവിടെ EK നായനാരുടെ ഭാര്യ ശാരദ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ടാണ് യാത്ര. അപ്പോൾ 2 ദിവസം സുരേഷ് ഗോപിയുടെ യാത്ര അങ്ങനെ തുടരും. അതിനുശേഷമായിരിക്കും തൃശ്ശൂരിലേക്കുള്ള പോക്ക് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഈ തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രത്തിലേക്കും സുരേഷ് ഗോപി നീങ്ങുന്നു എന്ന് തോന്നുന്നു. നേരെ പാർട്ടി ഓഫീസിലേക്കല്ല അപ്പോൾ പോയതല്ലേ? ഇപ്പോൾ അദ്ദേഹം പാർട്ടി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. പാർട്ടി ഓഫീസിനുള്ളിൽ അദ്ദേഹം കയറിയിരിക്കുന്നു. പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തിയിരിക്കുന്നു. ഇതിനുശേഷം താഴേക്ക് ഈ മാധ്യമപ്രവർത്തകർക്ക് കാത്തു നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹം പ്രവർത്തകരുമായുള്ള ആശയവിനിമയം ആരംഭിച്ചിരുന്നു. തൊട്ട് അടുത്ത് തന്നെ ഈ തളി വേട്ടക്കര ഭവൻ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം BJP ജില്ലാ കമ്മിറ്റി ഓഫീസ് മാരാർജി ഭവന് തൊട്ടടുത്ത് തന്നെയാണ് ഉള്ളത്. എന്തായാലും അതിലെയാണ് ഈ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിയത്. എന്തോ കേന്ദ്ര സഹമന്ത്രിയായി ചുമതലയേറ്റ ശേഷം ആദ്യമായി കേരളത്തിലെത്തിയ സുരേഷ് ഗോപി ഇപ്പോൾ കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ സന്ദർശനത്തിലാണ്. ഇപ്പോൾ കോഴിക്കോട് BJP ഓഫീസിൽ അവിടെ സുരേഷ് ഗോപി ഉണ്ട്. തളി ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാർട്ടി ഓഫീസിലേക്ക് എത്തിയത്. പിന്നീട് അദ്ദേഹം കണ്ണൂരിലേക്കും പോകും. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വരുന്ന മുറയ്ക്ക്, അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് നമുക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്യാം. ഇനി രാഹുൽ ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ ആ ജയത്തിന് ശേഷം ആദ്യമായിട്ടാണ് രാഹുലിന്റെ വരവ്. രാവിലെ 9 മണിക്ക് കോഴിക്കോട് വിമാനത്താവളത്തിലെത്തുന്ന രാഹുൽ 10 മണിക്ക് എടവണ്ണയിലും ഉച്ചയ്ക്ക് 2 മണിക്ക് കൽപ്പറ്റയിലും നടക്കുന്ന പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് റോഡ് മാർഗം കണ്ണൂരിലെത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും രാഹുലിന് ഒപ്പമുണ്ടാകും. CV അനുമോദ് ചേരുന്നു വിവരങ്ങളുമായി. അനുമോദ്, അങ്ങനെ ജയത്തിന് ശേഷം രാഹുൽ എത്തുകയാണ് വീണ്ടും കേരളത്തിലേക്ക്. പക്ഷേ അത് വോട്ടർമാരോട് നന്ദി പറഞ്ഞ് മണ്ഡലം ഒഴിയുകയാണ് എന്ന് പറയാൻ കൂടിയാണ് എന്നുള്ള സൂചനകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ രാഹുലിന്റെ? ഗുഡ് മോർണിംഗ്. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം കോൺഗ്രസ് പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ആവേശമാണ്. പക്ഷേ നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ അത് വയനാടിനോടുള്ളൊരു യാത്ര പറച്ചിലാകുമോ എന്ന വിഷമവും പലരും പങ്കുവെക്കുന്നുണ്ട്. കാരണം രാഹുലിനെ വയനാടുമായുള്ള ആത്മബന്ധം അദ്ദേഹം തന്നെ പലവട്ടം പല വേദികളിലായി പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് ശേഷവും അദ്ദേഹം വയനാട് നിലനിർത്തണം എന്നൊരു വ്യക്തിപരമായ ആഗ്രഹമാണ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ തീരുമാനം എന്താകുമെന്നറിയില്ല. വ്യക്തിപരമായിട്ട് രാഹുൽ ഗാന്ധിക്ക് വയനാട് തന്നെയാണ് താല്പര്യം. കേരളത്തിൻ്റെ ആ മതേതര മനസ്സും അതേപോലെ വയനാടിനോടുള്ള പ്രത്യേക സ്നേഹവും വയനാട്ടുകാരോടുള്ള പ്രത്യേക സ്നേഹവും ഒക്കെ അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഈ സന്ദർശനം രാഹുലിൻ്റെ കൂടെ പ്രിയങ്ക കൂടി ഉണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെ ഈ വോട്ടർമാരോട് അദ്ദേഹം ഞാനിവിടെ നിന്ന് യാത്ര പറയാൻ നിർബന്ധിതനാവുകയാണ്, എനിക്ക് പകരം ഒരുപക്ഷെ പ്രിയങ്ക വരുമെന്നൊക്കെ പറയുകയാണെങ്കിൽ അത് വലിയ ഒരു ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു വാർത്ത. അനുമോദെ, ഒരു നിമിഷം തുടരുക. അനുമോദ് ഒന്ന് തുടരുക. സുരേഷ് ഗോപി ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോൾ കോഴിക്കോട് BJP ഓഫീസിൽ നിന്ന് പുറത്തേക്ക് എത്തുകയാണ്. അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തുകയാണ് സുരേഷ് ഗോപി.
സാർ, ഒറ്റ കാര്യം. കോഴിക്കോട് ജില്ലയിലെ എയിംസുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഇങ്ങനെ തുടക്കമിട്ട് ഇന്നലെ MP പറഞ്ഞത് താങ്കൾ ഏതെങ്കിലും അതിനൊന്നും ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ചർച്ചയ്ക്ക് വിധേയനുമല്ല, ഞാൻ അതിന്റെ മെറ്റീരിയലും അല്ല. സാറ് തന്നെ ആദ്യം പറഞ്ഞത് എയിംസ് കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് താങ്കളുടെ. അല്ല, അതൊക്കെ പിന്നെ അതിനുള്ള വേദിയല്ല. ഞാൻ എന്റെ വഴിക്കൊന്ന് സഞ്ചരിച്ചോട്ടെ. ഞാനൊരു വ്യക്തിയാണ് ആദ്യം. എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. ക്ഷേത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്, വ്യക്തികളുമായിട്ടുള്ള ബന്ധമുണ്ട്. എല്ലാം ഞാൻ കണക്കിലെടുത്താണ്. എല്ലാ വിഭാഗം ആൾക്കാരുമാണ് എന്നെ പിന്തുണച്ചത്. എനിക്കതൊന്നും മുറിച്ച് കളയാനൊക്കത്തില്ല. ഞാൻ പണ്ടേ അങ്ങനല്ല, ഇലക്ഷൻ വേദികളിലും അങ്ങനല്ലായിരുന്നു. അതങ്ങനെ തന്നെയായിരിക്കും. എന്ത് മോശപ്പെട്ട ചോദ്യമാണത്. നിങ്ങൾക്ക് വല്ല ഉദ്ദേശമുണ്ടോ? നിങ്ങള് എക്സിറ്റ് പോൾ മുതലേ എനിക്കിട്ട് ഒരുപാട് താങ്ങുന്നുണ്ട് കേട്ടാ. നിങ്ങളുടെ ഞാനൊന്നും പറയുന്നില്ല. കാരണം ഇനി അതിനൊന്നുമുള്ള സമയമല്ല. എൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ പിന്തുണയോടെ തന്നെയാണ് അതൊക്കെ സത്യസന്ധമായി അതിന്റെ വാർത്തകൾ പുറത്തു വരേണ്ടതും ജനങ്ങളിലേക്ക് അത് ഗുണകരമായി വന്ന് ഭവിക്കേണ്ടതും. കേരളത്തിൽ നിന്നുള്ള ആദ്യ BJPയുടെ പ്രതിനിധിയായി കേന്ദ്രമന്ത്രിയാവും. അതെല്ലാം കഴിഞ്ഞു. അതൊന്നും ഒരു ആടയാഭരണമല്ല. ഒരു ഉത്തരവാദിത്വം മറ്റേതൊരു തെരഞ്ഞെടുക്കപ്പെടുന്ന ദേശീയ ഭരണത്തിന്റെ ഭാഗമാവുന്ന ഒരു പ്രതിനിധിയുടെയും ഒരു അലങ്കാരം മാത്രമേ എനിക്കുള്ളൂ. ഇനി അങ്ങയുടെ മന്ത്രിസ്ഥാനം കേരളത്തിന്റെ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. തൃശ്ശൂരിലെ ജനങ്ങളെ, മലയാളികളെ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഭാരതത്തിലെ ജനങ്ങളെ എല്ലാവരെയും വാരിപ്പുണർന്നുകൊണ്ട് തന്നെയാണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത്. കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാധ്യത ടൂറിസം ആണല്ലോ. അങ്ങനെ ഒരു വകുപ്പാണ് കിട്ടിയിരിക്കുന്നത്. അല്ല, ഞാൻ പറയുന്നത് ഇത് അതിനുള്ള വേദിയല്ലാന്ന്. അതെ, അതിനുള്ള വേദിയല്ലത്. അതൊക്കെ ഞാൻ എന്റെ ഒരു ചെയറിലിരുന്നു കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഒരു കാര്യമുള്ള, താങ്കളെ പിന്തുണച്ചു എന്ന പേരിൽ അല്ലെങ്കിൽ താങ്കളെ വല്ലാതെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ തൃശൂർ മേയറിൽ നിന്ന് CPM വിശദീകരണം തേടി. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഈ വക ഉപരിതല പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള ചർച്ചകളുടെ ഒന്നും മെറ്റീരിയലല്ല ഞാൻ. അവരൊക്കെ ചർച്ചിച്ചോട്ടെ, ഞാൻ അതിന്റെ ഭാഗമല്ല. എന്നെ ദൈവമായിട്ട് ജനങ്ങൾക്ക് മനസ്സിൽ തോന്നിപ്പിച്ച് ജനങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു. ആ ജനങ്ങളെ എന്നിലേക്ക് കൊണ്ടുവരുന്നതിന്, എൻ്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് വേണ്ടി, എൻ്റെ ഭരണപരമായ ഒരു എന്നെ ഒന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, ആ ജനങ്ങളെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി, ക്രോഡീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ജനസ്നേഹം ക്രോഡീകരിക്കാൻ വേണ്ടി, അത് വോട്ടിന്റെ രൂപത്തിലാണെങ്കിൽ അങ്ങനെ, അതിനുവേണ്ടി 1.5 വർഷം പണിയെടുത്ത തൃശ്ശൂരിലെ കാര്യകർത്താക്കൾ, അവരൊക്കെ മാത്രമാണ് എൻ്റെ ജനങ്ങളും അവരും ആണ് ഇനി എന്റെ ഉത്തരവാദിത്വം. എല്ലാവരും ചേർത്ത് നിർത്തും. എന്നെ അവർ ചേർത്ത് നിർത്തും എന്നാണ്. ഞാൻ എന്തിനവരെ, ഞാൻ ആരാണ് അവരെ ചേർത്ത് നിർത്താൻ? അവരെന്നെയാണ് ചേർത്ത് നിർത്തുന്നത്. മേയർ ഉണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റുമോ? കേരളത്തിന്റെ ഞാൻ ഭാരതത്തിന്റെ ടൂറിസം സഹമന്ത്രിയാണ്. അപ്പൊ ഉത്തരവാദിത്വം എത്ര വലുതാണെന്നറിയാം. പിന്നെ എന്താണ് ഒരു നീതി നിർവഹണം ഭരണത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നത്? ടൂറിസത്തിന്റെ പേരിലായാൽ ഇന്ത്യയിൽ തന്നെ ഏതൊക്കെയാണ് പ്രൈം സ്പോട്ട്സ്, അത് തന്നെയാണ് എന്റെ ഉന്നതി. അവിടെ കേരളത്തിന്റെ സ്ഥാനം എന്താണെന്ന് എന്റെ പ്രധാനമന്ത്രി കേരളത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ, അല്ലേ? ബന്ധപ്പെട്ട് ചർച്ച കോഴിക്കോട് വീണ്ടും ഏതാ? കോഴിക്കോട് വേണമെന്ന് കഴിഞ്ഞ ദിവസം പറയുകയും അവർക്കെല്ലാം അവകാശമുണ്ട് അങ്ങനെ പറയാൻ. എനിക്കും അതുപോലെ ഒരു ചെറിയ അവകാശമുണ്ട്. താങ്കൾ ഏതെങ്കിലും സ്ഥലം ഉദ്ദേശിക്കുന്നുണ്ടാവും? അല്ല, അതാ പറഞ്ഞേ, എനിക്കും എന്റേതായ അവകാശമുണ്ട്. എന്റെ അവകാശം ഞാൻ എന്റെ അഭിപ്രായമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 2016 പറഞ്ഞതാണ്. അതിപ്പോഴും നിലവിലുണ്ട്. കോഴിക്കോടല്ല മറ്റൊരു സ്ഥലമാണെങ്കിൽ തീരുമാനം എന്നാണ് MK രാഘവൻ അതിനെന്തായിരിക്കും മറുപടി? അദ്ദേഹം പറഞ്ഞതിലല്ലേ വലിയ ഒരു ഒരു ദുരുദ്ദേശപരമായ രാഷ്ട്രീയമുള്ളത്. അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് പ്രതീക്ഷിക്കാം. സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ ഞാനോ അതിനെ ഒന്നും ഖണ്ഡിക്കാനോ ഒന്നും, അത് അവരുടെ പാർട്ടിക്കാരൻ തന്നെയാണ്. അത് അവർ തീർത്തോളും.
സുരേഷ് ഗോപിയാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചത്. BJP ഓഫീസിന് മുന്നിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ചോദ്യങ്ങൾ തുടരുന്നുണ്ട് സുരേഷ് ഗോപി. എയിംസിന്റെ കാര്യം കൊടുക്കാം മുഖ്യമന്ത്രിക്ക്. ഓക്കെ, സുരേഷ് ഗോപി ഇപ്പോൾ BJP ഓഫീസിന് മുന്നിലുണ്ട്. അവിടെ മാധ്യമങ്ങളെ കണ്ടു. വിവാദ വിഷയങ്ങളിൽ കൃത്യമായിട്ടുള്ള പരാമർശങ്ങളൊന്നും അദ്ദേഹം നടത്തിയില്ല. പക്ഷേ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകി സുരേഷ് ഗോപി നിൽക്കുന്നപ്പോൾ മാരാർജിയുടെ പ്രതിമയിൽ അവിടെ അർച്ചന നടത്തുകയാണ്. ഹാരാർപ്പണമാണ് സുരേഷ് ഗോപി നടത്തുന്നത് എന്നുള്ള അനീഷ് സുരേഷ് ഗോപി സംസാരിക്കുന്നത് കേട്ടു. വളരെ ക്ഷമയോടെ ചോദ്യങ്ങൾ കേൾക്കുന്നതും കേട്ടു. പക്ഷേ വിവാദങ്ങൾക്ക് ഒന്നും കാര്യമായി മറുപടി നൽകാൻ തയ്യാറായതുമില്ല. ഈ എയിംസിന്റെ കാര്യത്തിൽ എന്തായിരുന്നു സുരേഷ് ഗോപിയുടെ ഒരു മനസ്സിലിരിപ്പ്? അദ്ദേഹം കൃത്യമായ ഒരു ചോദ്യങ്ങൾക്കും ഒരു വിശദീകരണം സാധാരണഗതിയിലെ പോലെ നൽകിയില്ലെന്ന് തന്നെ പറയാം. എയിംസിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് 2016 തന്നെ താൻ എയിംസുമായി ബന്ധപ്പെട്ട തന്റെ വാക്ക് എവിടെ വേണം എന്ന് സംബന്ധിച്ച കാര്യം താൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. മറ്റ് വിവാദങ്ങളെപ്പറ്റി അല്ലെങ്കിൽ രാഷ്ട്രീയ തീരുമാനങ്ങളെപ്പറ്റി ഒന്നും അദ്ദേഹം സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയ തീരുമാനം പറയാനുള്ള വേദി ഇതല്ല. ഒപ്പം ഈ ഭരണപരമായ കാര്യങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും അത് സംസാരിക്കുന്നത് തന്റെ സ്ഥാപനത്തിലെ കസേരയിൽ താൻ ഇരുന്നു കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ മുഖ്യമന്ത്രി മതപുരോഹിതന്മാർക്കെതിരെ നടത്തുന്ന വിമർശനങ്ങൾക്ക് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയാണ് എന്ത് പറയേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളൊക്കെ കാര്യമായി അദ്ദേഹം ഒഴിഞ്ഞുമാറുകയായിരുന്നു. കൃത്യമായൊരു കുറച്ചു നേരം അദ്ദേഹം സംസാരിച്ചെങ്കിലും കാര്യമായ ഒരു രാഷ്ട്രീയമോ അല്ലെങ്കിൽ വിവാദത്തിലേക്കോ അദ്ദേഹം കടക്കുന്നില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് ജയിച്ച ശേഷം ഈ മന്ത്രിയെ ചുമതലയെടുത്ത ശേഷം ആദ്യമായി കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്നത്തെ യാത്ര ഈ കണ്ണൂരിലേക്കും കോഴിക്കോട്ടേക്കുമൊക്കെ ആക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും തളി ക്ഷേത്രത്തിലെ ദർശനം പൂർത്തിയാക്കി അതിനുശേഷം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി പ്രവർത്തകരെ കണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്ത ശേഷം അദ്ദേഹം ഇനി PV ഗംഗാധരൻ അന്തരിച്ച വ്യവസായിയും സിനിമാ നിർമ്മാതാവുമൊക്കെയായ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും പിന്നീട് നേരെ കണ്ണൂർക്ക് പോകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടി ഓഫീസിൽ നിന്ന് നേരെ PV ഗംഗാധരന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നാലും കുറച്ച് അധികം സമയം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായി. പക്ഷേ വിവാദ വിഷയങ്ങളിലൊന്നും പരാമർശത്തിന് തയ്യാറായതും വളരെ കരുതലോടുകൂടിയാണ് സംസാരിച്ചത്. റൈറ്റ്, ഓക്കെ. എന്നാലും അനീഷ് സുരേഷ് ഗോപിയുടെ യാത്രയിലൊപ്പം ചേരുക. നമുക്ക് വരും സമയങ്ങളിലും നമുക്ക് തത്സമയം അനീഷിനെ കൊണ്ടുവരാം. ഞാൻ അനുമോദിലേക്ക് മടങ്ങിപ്പോവുകയാണ്. അനുമോദ്, സുരേഷ് ഗോപിയുടെ ആ സന്ദർശനം അതുകൊണ്ട് ഒന്ന് ഇടപെട്ട് കയറിയതാണ്. തത്സമയം അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നതുകൊണ്ട്. അപ്പോൾ അനുമോദ് പറഞ്ഞതുപോലെ ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു സങ്കടമുണ്ടാകും. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് പോവുകയാണോ എന്നുള്ള കാര്യത്തിൽ രാഹുലിന്റെ മനസ്സ് അത് വയനാടിനൊപ്പം ഉണ്ട് എങ്കിൽ പോലും രാഹുലിന് പകരക്കാരൻ ആരായിരിക്കണം എന്നുള്ള ചർച്ചകളും അവിടെ സജീവമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ കൂടി രാഹുലിനൊപ്പമുണ്ടല്ലോ. അപ്പോൾ ഈ വയനാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും അത്തരമൊരു ആവശ്യം ഒരു രാഹുലിന് മുന്നിൽ അവതരിപ്പിക്കുമോ എന്നുള്ളതാണ് രസകരമായിട്ടുള്ള കാര്യം. തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലുള്ള ആത്മബന്ധം രാഹുൽ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും വയനാട്ടുകാർക്ക് രാഹുൽ ഗാന്ധിയോട് ഇവിടെ തുടരണമെന്ന് അഭ്യർത്ഥിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. രാഹുൽ അഥവാ ACCയുടെ നിർബന്ധപ്രകാരം മാറുകയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്ക് തന്നെയായിരിക്കും സാധ്യത. കാരണം അതും രണ്ട് തരത്തിലാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു താല്പര്യം പ്രിയങ്ക അങ്ങനെ മാറുന്നത്, പ്രിയങ്ക ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലാണ്. മാത്രമല്ല പ്രിയങ്കയാണ് വരുന്നതെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ആഭ്യന്തര തർക്കങ്ങളൊന്നുമില്ലാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. മാത്രമല്ല നെഹ്റു കുടുംബത്തിലെ ഒരാൾ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യക്ക് ഗുണം ചെയ്യും. ഉത്തരേന്ത്യയിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും UP കേന്ദ്രീകരിച്ച് അത് നേരത്തെ തന്നെ ഉണ്ടായതിനേക്കാൾ മികച്ചൊരു മുന്നേറ്റം അവർക്ക് നടത്താനും കഴിഞ്ഞത് രാഹുൽ ഗാന്ധി ഉള്ളതുകൊണ്ട്. അപ്പോൾ ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് രാഹുൽ ഗാന്ധിയും
ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് പ്രിയങ്ക ഗാന്ധിയും പ്രവർത്തിക്കുകയാണെങ്കിൽ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ 2 പരിപാടികൾ, ഒന്ന് ഇടവണ്ണയിലാണ് രാവിലെ 10 മണിക്കാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പൊതുസമ്മേളനം നന്ദി പറയാൻ വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഇത് നിശ്ചയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക് പോകും. 2:30 മണിക്ക് ശേഷമായിരിക്കും കൽപ്പറ്റയിലെ പരിപാടി എന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടിടത്തും അദ്ദേഹം എന്ത് പറയുന്നു, പ്രിയങ്ക ഗാന്ധി എന്ത് പറയുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അനുമോദം, ഒപ്പം തന്നെ ഈ മലപ്പുറം വയനാട് ജില്ലകളിൽ ഇങ്ങനെ വ്യാപിച്ചേർക്കുന്ന ഒരു മണ്ഡലമാണല്ലോ ഇപ്പോൾ ഈ വയനാട് മണ്ഡലം. അപ്പോൾ ഏതൊക്കെ ഇടങ്ങളിൽ ഓടിയെത്താൻ കഴിയും ഈ ഒറ്റ ദിവസത്തെ, അത് മണിക്കൂറുകൾ മാത്രമുള്ളൂ അദ്ദേഹം കേരളത്തിലെന്ന് തോന്നുന്നു. അതെ, 2 ഇടങ്ങളിൽ മാത്രമാണ് ഇന്ന് പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്, ഇടവണ്ണയിലും കൽപ്പറ്റയിലും. അപ്പോൾ 2ഇടത്തും മണ്ഡലത്തിലെ കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇടവണ്ണ ഈ വയനാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കൂടി ആയതുകൊണ്ട് യാത്രയ്ക്ക് കൂടി സൗകര്യപ്പെടുന്ന ഒരു ഇടം കൂടിയാണ്. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് മുസ്ലിം ലീഗിൻ്റെ കയ്യിലുള്ള മണ്ഡലമായ ഏറനാടിൻ്റെ ഭാഗമാണ് ഇടവണ്ണ. അപ്പോൾ അത്തരത്തിൽ ആ ഒരു തരത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്ന തരത്തിലേക്ക്, മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രയ്ക്ക് കൂടി സൗകര്യപ്രദമാവുന്ന ഒരു വേദി എന്ന തരത്തിൽ ഇടവണ്ണയെ കാണുവാൻ. കൽപ്പറ്റയാണെങ്കിൽ വയനാട് ജില്ലാ ആസ്ഥാനമായിട്ടുള്ള കേന്ദ്രമാണ്. അപ്പോൾ അവിടേക്കും കൂടുതൽ പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇത് തന്നെയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും അതല്ലെങ്കിൽ അതിന് മുൻപായിട്ട് വരുമ്പോഴും ലഭിക്കാറുള്ളത് വലിയ സ്വീകരണമാണ്. അത് ഓരോ തവണ വരുമ്പോഴും അദ്ദേഹം ആദ്യം വരുന്ന തരത്തിലേക്ക് കൊടുക്കുന്ന സ്വീകരണം പോലെയാണ് അദ്ദേഹത്തിന് നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ കാണുവാൻ കേൾക്കുവാനും ഒക്കെ മണിക്കൂറുകൾ ആളുകൾ കാത്തു നിന്നതും അദ്ദേഹത്തിൻ്റെ പരിപാടികൾ പങ്കെടുക്കാൻ വേണ്ടി ഒഴുകിയെത്തിയതുമൊക്കെ സമാനമായ ഒരു സ്വീകരണം തന്നെ. ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റെ നന്ദി. ശരി അനുമോദം. എന്തായാലും ശബ്ദത്തിൽ ചെറിയൊരു പ്രശ്നം. എന്തായാലും രാഹുൽ ഗാന്ധി രാവിലെ 9 മണിക്കാണ് കോഴിക്കോട് വിമാനത്താവളത്തിലേക്ക് എത്തുന്നത്. എന്നാലും 10 മണിക്ക് ഇടവണ്ണയിൽ പൊതുസമ്മേളനം പോലെ പ്രവർത്തകരോട് സംസാരിക്കും. അതിനുശേഷം ഉച്ചയ്ക്കാണ് 2 മണിക്ക് കൽപ്പറ്റയിലും വയനാട്ടിൽ എത്തി അവിടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. തുടർന്ന് റോഡ് മാർഗം വീണ്ടും കണ്ണൂരിലേക്ക് എത്തി കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് രാഹുലിന്റെ യാത്രാ പ്ലാൻ. ഏറ്റവും ശ്രദ്ധേയം, രാഹുലിനൊപ്പം പ്രിയങ്കയും ഉണ്ടാകും. ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ഘട്ടത്തിൽ രാഹുലിനേക്കാൾ കൂടുതൽ സമയം വയനാട്ടിൽ ചെലവിട്ട ആളുകൂടിയാണ്. അപ്പോൾ എന്നാണെങ്കിലും കാത്തിരിക്കാം എന്തൊക്കെ നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നുള്ളതിൽ. CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവച്ചത് വയനാട്ടിൽ നിന്ന്. ഇനി ആന്ധ്രാപ്രദേശിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള NDA സർക്കാരും ഒഡീഷയിൽ മോഹൻ ചരൺ മാജിയുടെ നേതൃത്വത്തിലുള്ള BJP സർക്കാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. ഒഡീഷയിലെ ആദ്യ BJP മുഖ്യമന്ത്രിയാണ് മാജി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2ഇടത്തും സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. ER രാഗേഷ് ചേരുന്നു. രാഗേഷ്, അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം തന്നെ ഫലപ്രഖ്യാപനം എന്നതാണ് ആന്ധ്രയിലും ഒഡീഷയിലും. 2ഇടത്തും പ്രധാനമന്ത്രിക്ക് അവകാശപ്പെടാൻ അഭിമാനിക്കാനുള്ള ചില നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ എപ്പോഴൊക്കെയാണ് സമയക്രമങ്ങൾ? 2ഇടത്തും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്തോ ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇന്ന് രാവിലെ 11:27 ഏതായാലും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നു. ഇന്നലെ ചേർന്ന NDA യോഗം ചന്ദ്രബാബു നായിഡുവിനെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു. നായിഡുവിനെ സംബന്ധിച്ച് 4ാമത്തെ ഊഴമാണ് മുഖ്യമന്ത്രി പദത്തിൽ. പ്രത്യേകിച്ച് 95 ആദ്യമായി അധികാരത്തിൽ വന്നതിന് ശേഷം ആന്ധ്ര വിഭജിച്ചതിന് ശേഷം 2014 അദ്ദേഹം 3ാമത് മുഖ്യമന്ത്രിയായത്. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തവണ ഒരു വലിയ തിരിച്ചുവരവ് കൂടിയാണ്. കാരണം കഴിഞ്ഞ 5 വർഷം സംസ്ഥാനം ഭരിച്ചത് YSR കോൺഗ്രസ് ആണ്. ഈ കാലഘട്ടത്തിലാണ് ചന്ദ്രബാബു നായിഡുവിനെ ജയിലിലടച്ചതും അടക്കമുള്ള നടപടികളിലേക്ക് ജഗൻമോഹൻ റെഡ്ഡി കടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു മധുര പ്രതികാരമായിരുന്നു ഇത്തവണ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ച്. ഏതായാലും 11:27 കൃഷ്ണ ജില്ലയിലെ ഗണ്ണവരം എയർപോർട്ടിന് സമീപത്തുള്ള IT പാർക്കിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ തന്നെ ആന്ധ്രാപ്രദേശിൽ എത്തുകയും ചെയ്തിരുന്നു. JP നഡ്ഡയും ചടങ്ങിൽ പങ്കെടുക്കും. ഇതിന് പുറമെ മറ്റു പല പ്രമുഖരെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. കാരണം TDPയുടെ സഖ്യകക്ഷിയാണ് ജനസേന പാർട്ടി. പവൻ കല്യാൺ നേതൃത്വം നൽകുന്ന പാർട്ടി. അദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ചിരഞ്ജീവി. അപ്പോൾ ചിരഞ്ജീവി പങ്കെടുക്കും. നായിഡുവിൻ്റെ അടുത്ത ബന്ധുവാണ് ജൂനിയർ NTR. ഇതിന് പുറമെ പ്രധാനപ്പെട്ട നടന്മാരൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയൊരു തിരിച്ചുവരവ് ഇത്തവണ NDA സഖ്യത്തിൻ്റെ ഭാഗമായാണ് ചന്ദ്രബാബു നായിഡു നടത്തിയിരിക്കുന്നത്. കാരണം 175 അംഗ നിയമസഭയിൽ 135 സീറ്റ് ഒറ്റയ്ക്ക് TDP നേടുന്നു. സഖ്യകക്ഷിയായ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി 21 സീറ്റും BJP 8 സീറ്റും നേടുമ്പോൾ പ്രതിപക്ഷത്തുള്ള അല്ലെങ്കിൽ അതുവരെ ഭരിച്ചിരുന്ന YSR കോൺഗ്രസിന് കേവലം 11 സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. അപ്പോൾ
നായിഡുവിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. ഒഡീഷയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 20 വർഷത്തെ BJDയുടെ നവീൻ പട്നായിക്കിൻ്റെ ഭരണത്തിനാണ് ഇത്തവണ അന്ത്യം കുറിച്ചത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സംസ്ഥാനത്ത് BJP അധികാരത്തിൽ വരുന്നു എന്ന പ്രത്യേകത കൂടി നിലവിലുണ്ട്. അവിടെ പല വിഷയങ്ങളും ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു. VK പാണ്ഡ്യൻ വിഷയമാണ് പലരും BJD തന്നെ തുടർഭരണം നേടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ പോലും VK പാണ്ഡ്യൻ, തമിഴ്നാട് സ്വദേശിയായ VK പാണ്ഡ്യൻ മുഖ്യമന്ത്രിയാകുമെന്ന തരത്തിലുള്ള പ്രചാരണമൊക്കെ തന്നെ അവിടെ BJPക്ക് ഏതായാലും ഗുണം ചെയ്യുമ്പോൾ 51 സീറ്റിലേക്ക് ബിജു ജനതാദൾ 147 അംഗ നിയമസഭയിൽ 51 സീറ്റിലേക്ക് ബിജു ജനതാദൾ ഒതുങ്ങുന്നതാണ് കണ്ടത്. മാത്രവുമല്ല, നവീൻ പട്നായിക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നവീൻ പട്നായിക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ദീർഘകാലം ഭരിച്ച രണ്ടാമത്തെ മുഖ്യമന്ത്രിയാണ്. ആ ഏറ്റവും ദീർഘകാലം ഭരിച്ച പവൻ ചാമലിംഗിന്റെ റെക്കോർഡ് മറികടക്കാൻ ദിവസങ്ങൾ മാത്രം മതിയായിരുന്നു നവീൻ പട്നായിക്കിന്. പക്ഷേ വലിയ തിരിച്ചടി ഇത്തവണ ഏതായാലും ബിജു ജനതാദളിനുണ്ടാകുമ്പോൾ BJP അവരുടെ പുതിയ മുഖ്യമന്ത്രി മോഹൻ മാഞ്ചി എന്ന മുഖ്യമന്ത്രിയിലേക്ക് എത്തുകയാണ്. അദ്ദേഹം ഗോത്ര വിഭാഗത്തിലുള്ള നേതാവാണ്. അങ്ങനെ 23% സംസ്ഥാനത്തെ ഗോത്ര വിഭാഗങ്ങളുടെ ജനസംഖ്യ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹത്തെ പരിഗണിക്കുന്നു BJP. 4 തവണ MLA ആയിട്ടുണ്ട്. 2000-ലാണ് ആദ്യം മോഹൻ മാഞ്ചി മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. 2000-ൽ അന്ന് BJDക്കൊപ്പമാണ് BJDയുടെ സഖ്യകക്ഷിയായിരുന്നു. അങ്ങനെ ആദ്യമായി മുഖ്യമന്ത്രി പദത്തിലെത്തുന്നു, ആദ്യമായി MLA ആകുന്നു. ഇപ്പോൾ ഏതായാലും 4 തവണ MLA ആകുമ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന പ്രത്യേകത കൂടി നിലവിലുണ്ട്. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. കാരണം വൈകിട്ട് 5 മണിക്കാണ് സത്യപ്രതിജ്ഞ ചടങ്ങ്. ആന്ധ്രയിലെ ചടങ്ങിന് ശേഷം പ്രധാനമന്ത്രി ഒഡീഷയിലേക്ക് തിരിക്കും. എൽദോ. ഓക്കെ, ആന്ധ്രയിലും ഒഡീഷയിലും ഇന്ന് സത്യപ്രതിജ്ഞ. രണ്ടിടത്തും പ്രധാനമന്ത്രി സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ പങ്കെടുക്കും. മാജിയും ഒപ്പം ചന്ദ്രബാബു നായിഡുവും ഇന്ന് അധികാരമേൽക്കുകയാണ്. ഉത്തർപ്രദേശിൽ BJPക്ക് നേരിട്ട തിരിച്ചടി അവസരമാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ്. UPയിൽ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്താനുള്ള സുവർണാവസരമായിട്ടാണ് കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നത്. റായ്ബറേലിയിലെ പൊതുയോഗത്തിലും മോദിക്കെതിരെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമെന്ന BJPയുടെ സ്വപ്നതുല്യമായ മോഹങ്ങൾക്ക് അരക്കില്ലമായത് ഉത്തർപ്രദേശാണ്. 2019-ലെ 62 സീറ്റിൽ നിന്ന് 33-ലേക്ക് BJP കൂപ്പുകുത്തി. UPയിലെ BJP ശക്തി കേന്ദ്രങ്ങളെ ഇന്ത്യ സഖ്യം തലങ്ങും വിലങ്ങും പിളർത്തി. അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിൽ പോലും BJPക്ക് നഷ്ടങ്ങൾ മാത്രം. പഴയ പ്രതാപത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് ഇതിലും നല്ലൊരു അവസരമില്ലെന്ന് കോൺഗ്രസിന് നന്നായി അറിയാം. ഉത്തർപ്രദേശിലെ 403 നിയമസഭാ മണ്ഡലങ്ങളിലും പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പദയാത്രയ്ക്ക് തുടക്കമായി. സംസ്ഥാനത്തിന്റെയല്ല, രാജ്യത്തിന്റെ രാഷ്ട്രീയ ദിശയാണ് ഉത്തർപ്രദേശിലെ ജനങ്ങൾ മാറ്റിയെഴുതിയതെന്ന് റായ്ബറേലിയിൽ രാഹുൽ പറഞ്ഞു. പ്രിയങ്ക മത്സരിച്ചെങ്കിൽ മോദി വാരണാസിയിൽ തോറ്റേനെയെന്നും പരിഹാസം. और मैं आपको कहता हूं और बहन से कह रहा हूं, अगर ये लड़ जाती वाराणसी में, अगर ये लड़ गई होती तो आज हिंदुस्तान के प्रधानमंत्री 2-3 लाख वोटों से वाराणसी का चुनाव हार जाते। मैं ये बात अहंकार से नहीं कह रहा हूं, मैं ये इसलिए कह रहा हूं क्योंकि हिंदुस्तान के प्रधानमंत्री को हिंदुस्तान की जनता ने मैसेज दिया है. അമേഠിയിലെ വിജയം കോൺഗ്രസിന് നൽകിയത് പുതുജീവനാണ്. വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് പ്രതീക്ഷയുടെ വേരുകളിലേക്ക് യാത്ര തുടങ്ങുകയാണ് കോൺഗ്രസ്. ഹൈന്ദവ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാലയിൽ മാറ്റത്തിന്റെ വേരോട്ടത്തിന് ഈ അവസരത്തിലൂടെ കോൺഗ്രസിന് കഴിയുമോ എന്ന് കാത്തിരുന്ന് കാണണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായിട്ടുള്ള PP സുനീറും ജോസ് കെ മാണിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. രാവിലെ 11 മണിയോടുകൂടി നിയമസഭയിൽ വരണാധികാരിക്ക് ഇരു സ്ഥാനാർത്ഥികളും പത്രിക കൈമാറണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കൾ സ്ഥാനാർത്ഥികൾക്കൊപ്പമുണ്ടാകും. UDF സ്ഥാനാർത്ഥി ഹാരിസ് ബീരാൻ ഇന്നലെ തന്നെ പത്രിക സമർപ്പിച്ചിരുന്നു. നാളെയാണ് പത്രികാ സമർപ്പണത്തിനുള്ള അവസാന തീയതി. പാലാ നഗരസഭയിലേക്ക് പോവുകയാണ്. അവിടെ CPM കേരള കോൺഗ്രസ് M തർക്കത്തിനൊടുവിൽ പാർട്ടി കൗൺസിലറെ പുറത്താക്കുകയാണ് ചെയ്തത്. CPM ജോസ് കെ മാണിയുടെ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട പരാമർശം അത് അച്ചടക്ക ലംഘനമാണ് എന്ന വിലയിരുത്തലിലാണ് നടപടി. ചെയർമാൻ സ്ഥാനം ബിനുവിന് നൽകാതിരുന്നത് നേരത്തെ കേരള കോൺഗ്രസ് നടത്തിയ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടായിരുന്നു.
എന്തായാലും ഏറെ നാളത്തെ കടുത്ത പോരായിരുന്നു പാലായിൽ CPM-ഉം ഫലത്തിൽ കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ. CPM എന്ന് പറയുമ്പോൾ CPM-ന്റെ പേരിൽ CPM-ന്റെ ചിഹ്നത്തിൽ ജയിച്ച ഒരേ ഒരു അംഗം ബിനു പുളിക്കകണ്ഠമായിരുന്നു. അതുകൊണ്ട് തന്നെ ബിനു പുളിക്കകണ്ഠം നടത്തിയ പോരാട്ടങ്ങൾ ഫലത്തിൽ CPM എന്ന നിലയിൽ കൂടി അവിടെ വ്യാഖ്യാനിക്കപ്പെട്ടു. ഇതിനൊടുവിലാണ് CPM നടപടിയിലേക്ക് കടക്കുന്നത്. ഏരിയ കമ്മിറ്റിയാണ് ബിനുവിനെ പുറത്താക്കിക്കൊണ്ടുള്ള നടപടിയെടുക്കുന്നത്. തൊട്ടു പിന്നാലെ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇത് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. ഗുരുതരമായ അച്ചടക്ക ലംഘനമായും പാർട്ടി വിരുദ്ധ പ്രവർത്തനമായും പാർട്ടി കാണുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. തുടർച്ചയായ അച്ചടക്ക ലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു നടപടി. തുടക്കത്തിൽ ബൈജു കൊല്ലംപറമ്പിൽ എന്ന കേരള കോൺഗ്രസ് എം അംഗവുമായി ഉണ്ടായ കൗൺസിൽ ഹാളിലുണ്ടായ തമ്മിലടി തുടക്കത്തിൽ തന്നെ വലിയ കേരളമാകെ ശ്രദ്ധിക്കുന്ന വാർത്തയിലേക്ക് ഇടം പിടിച്ചിരുന്നു. അന്ന് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിരുന്നു അത്. തൊട്ടു പിന്നാലെ ജോസ് ചീരാങ്കുഴി എന്ന കൗൺസിലറുമായി ബന്ധപ്പെട്ട എയർപോർട്ട് വിവാദത്തിലും ഒരു ഭാഗത്ത് ബിനു പുളിക്കകണ്ഠം എത്തുന്ന സ്ഥിതിയുണ്ടായി. അതിനെല്ലാം പിന്നാലെ തനിക്ക് കിട്ടേണ്ട നഗരസഭാ ചെയർമാൻ പദവി ഫലത്തിൽ ജോസ് കെ മാണി ഇടപെട്ടുകൊണ്ട് അട്ടിമറിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി ജോസ് കെ മാണിക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തുന്നതും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ബിനു കറുത്ത ഷർട്ട് അണിഞ്ഞുകൊണ്ട് കൗൺസിൽ യോഗത്തിന് എത്തിയത്. ഇത് തുടരുകയും ചെയ്തു. ഏറ്റവും ഒടുവിലാണ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെ തുടർന്നാണ് ജോസ് കെ മാണിക്ക് പിൻവാതിൽ പ്രവേശനമാണ് ലഭിച്ചത്. ഫലത്തിൽ ജോസ് പാലയിൽ പോലും മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് ഇനി ജോസിനെതിരെ പോരാട്ടമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കറുത്ത ഷർട്ട് ഉപേക്ഷിക്കാൻ ബിനു പുളിക്കകണ്ഠം തയ്യാറായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതാണ് ഏറ്റവും ഒടുവിൽ CPM-നെ ചൊടിപ്പിക്കുകയും ചെയ്തത്. കാരണം മുന്നണി ബന്ധം വഷളാകാതിരിക്കാൻ വേണ്ടിയാണ് CPM വലിയ വിട്ടുവീഴ്ച ചെയ്യുകയും ഇങ്ങനൊരു സീറ്റ് തന്നെ രാജ്യസഭാ സീറ്റ് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുകയും ചെയ്തു. അതിനു പിന്നാലെയാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ തട്ടകത്തിൽ ഇങ്ങനെ ഒരു തർക്കം നിലനിൽക്കുന്നത് CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കിയത്. എന്തായാലും ഈ നടപടി കടുത്ത നടപടിയിലേക്ക് തന്നെ CPM കടക്കുമ്പോൾ ഒരിക്കൽ കൂടി ജോസ് വിഭാഗത്തിനൊപ്പമാണ് തങ്ങളെന്നും CPM തെളിയിക്കുക കൂടിയാണ്. ബിനു പുളിക്കകണ്ഠത്തിന് ചെയർമാൻ പദവി നൽകാതിരുന്നതിലും ജോസിന്റെ സമ്മർദ്ദം അന്ന് ശ്രദ്ധേയമായിരുന്നു. എന്തായാലും ഈ തർക്കങ്ങൾ ഇനിയും തുടരും. ഫലത്തിൽ CPM അംഗം അല്ലെങ്കിലും ജോസിനെതിരെയുള്ള പോരാട്ടങ്ങൾ ഒരുപക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ഇനിയും തുടരാൻ തന്നെയാണ് പാലായിൽ സാധ്യത. ഓട്ടോ ചിഹ്നം അത് പാർട്ടി ചിഹ്നമായി മാറ്റാനുള്ള ശ്രമത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്. പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്യുമെന്ന് ഫ്രാൻസിസ് ജോർജ് MP ന്യൂസ് 18 പറഞ്ഞു. 17-ാം തീയതി ചേരുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാനും സാധ്യതയുണ്ട്. ചിഹ്നം കഴിഞ്ഞ കുറെ കാലമായി ജോസഫ് വിഭാഗത്തെ അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ട്രാക്ടർ ചിഹ്നത്തിൽ മത്സരിച്ചു. അത് അവർ ആവശ്യപ്പെട്ട പ്രകാരം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചു. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഏറെ വൈകിയാണ് അവർക്ക് ഓട്ടോ ചിഹ്നം അവർ അപേക്ഷിക്കുകയും അത് അനുവദിക്കുകയും ചെയ്തത്. സംസ്ഥാന പാർട്ടി പദവി ലഭിച്ചതോടെയാണ് ഇനി സ്ഥിരമായ ഒരു ചിഹ്നം ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും കോട്ടയത്ത് വിവിധയിടങ്ങളിൽ സ്വീകരണങ്ങൾ, അതായത് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടുള്ള യാത്രകൾ ഫ്രാൻസിസ് ജോർജ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഈ ഓട്ടോ ഒരു ഭാഗ്യചിഹ്നമാണ് എന്ന് വിശേഷിപ്പിച്ചത്. എന്തായാലും ഓട്ടോ തന്നെ സ്വന്തം ചിഹ്നമായി തെരഞ്ഞെടുക്കാനുള്ള നീക്കത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അന്തിമമായ തീരുമാനം വന്നിട്ടില്ല. ഈ മാസം 17-ന് അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. അതിൽ ഇത്തരം ആലോചനകൾ നടക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇത് അംഗീകരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അന്തിമമായി ഓട്ടോ തന്നെ കേരള കോൺഗ്രസിന് കിട്ടുമോ എന്നുള്ളത് തീർച്ചയായും കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഓട്ടോ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ 7 നിയമസഭാ മണ്ഡലത്തിലും ഫലത്തിൽ പ്രചരിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിറവത്ത് അനൂപ് ജേക്കബിന്റെ ചിഹ്നവും ഓട്ടോ ആയിരുന്നു. അങ്ങനെ ഓട്ടോ തന്നെ തെരഞ്ഞെടുക്കുക എന്നുള്ള നിലയിലേക്ക് ജോസഫ് ഗ്രൂപ്പ് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരം നീക്കങ്ങളാണ് ജോസഫ് ഗ്രൂപ്പിൽ നടന്നു വരുന്നത്. എന്തായാലും 17-ന് നേരുന്ന യോഗത്തിൽ ഒരു പക്ഷേ ഇത് സംബന്ധിച്ച് തുടർ നടപടികളെടുക്കാൻ ഒരു അന്തിമമായ തീരുമാനം കൈക്കൊണ്ടേക്കും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. അപ്പോൾ മോർണിംഗ് വൈബ്സ് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ ഒരുപാട് പേർ ഇങ്ങനെ സുരേഷ് ഗോപിക്ക് അഭിനന്ദനവും ആശംസയൊക്കെ അർപ്പിക്കുന്നു. ഷാജി സെബാസ്റ്റ്യൻ, ശശി പ്രകാശ്, മഞ്ചരയിലൊക്കെ ആശംസ അറിയിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കൊപ്പം തന്നെ നമുക്ക് മോർണിംഗും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ഗുഡ് മോർണിംഗ്. നമ്മളൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. വേഗം തിരികെ എത്താം മോർണിംഗ് വൈബ്സിലേക്ക്. ये सब मुझे नया है, ये मिनिस्ट्री। मैंने
I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to, and what kind of a load he is put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I have had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow പെട്രോളിയം, before them. പ്രകൃതിവാതകം, ടൂറിസം ഈ വകുപ്പുകളുടെ ചുമതലയാണ് സുരേഷ് ഗോപി നിർവഹിച്ചു തുടങ്ങിയത്. ER രാഗേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാഗേഷ്, ഇപ്പോൾ ഏതാണ്ട് പകുതിയിലേറെ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞുവല്ലോ. എന്തൊക്കെയാണ് ഇന്ന് ഡൽഹിയിൽ ഈ മന്ത്രിമാരുടെ ഓഫീസുകളിൽ കാണാൻ കഴിഞ്ഞത്? മഞ്ജുഷ്, ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. മറ്റു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് കെ മുരളീധരന് വേണ്ടി DCCയുടെ ഓഫീസിന് മുന്നിൽ മതിലിൽ പോസ്റ്ററുകൾ ഒരുപാട് പതിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് വരുന്നത്. കോൺഗ്രസിനെ നയിക്കാൻ നായകനായി കെ മുരളീധരൻ ഉണ്ടാകണമെന്നതാണ് പോസ്റ്ററിലെ ആവശ്യം. അപ്പോൾ KPCC അധ്യക്ഷനായി കെ മുരളീധരൻ എത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് DCC ഓഫീസിന് മുന്നിലെ പോസ്റ്ററുകൾ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയാണ്. VV വിനോദ് ചേരുന്നത് അവിടെ നിന്ന്. വിനോദ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ പോസ്റ്ററുകളൊക്കെ പതിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം, തിരുവനന്തപുരത്തേക്ക് മുരളീധരനെ എത്തിക്കുക, സംസ്ഥാനത്തിൻ്റെ കോൺഗ്രസിൻ്റെ നായക പദവിയിലേക്ക് എത്തിക്കുക എന്നുള്ള ആവശ്യമൊക്കെ കാര്യമായി ഉയരുന്നുണ്ടല്ലോ. എൽദോ, നയിക്കാൻ നായകൻ വരട്ടെ എന്ന പേരിലാണ് പോസ്റ്ററുകൾ. തിരുവനന്തപുരം DCC ഓഫീസിന് മുന്നിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിട്ടുള്ളത്. KPCC ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ശാസ്തമംഗലത്തും ഈ തരത്തിലുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇന്ന് മുരളീധരൻ ഡൽഹിക്ക് പോവുകയാണ്. ഹൈക്കമാൻഡുമായുള്ള ചർച്ചയുണ്ട്. തൃശൂരിലെ തോൽവിക്ക് ശേഷം മുരളീധരൻ നിരാശനായിരുന്നു. തന്റെ തോൽവി അത് പലവിധ കാരണങ്ങൾ, പാർട്ടിയുടെ ഏകോപനമില്ലായ്മ ഉൾപ്പെടെയുള്ള കാരണങ്ങൾ മുരളീധരൻ പറയുന്ന ഒരു നിലയിൽ, അല്ലെങ്കിൽ ആ തരത്തിൽ അടുപ്പക്കാരോട് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്ന നിലയിലേക്ക് പോയിരുന്നു. പിന്നീട് KPCC പ്രസിഡന്റ് K. സുധാകരൻ തന്നെ മുരളീധരനെ കോഴിക്കോട് വീട്ടിലെത്തി കണ്ടിരുന്നു. ഇപ്പോൾ മുരളീധരന് അർഹമായൊരിടം അത് എവിടെ നൽകും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചയും കോൺഗ്രസിനുള്ളിൽ നടക്കുന്നുണ്ട്. കാരണം ഈ തൃശൂരിലെ തോൽവിക്ക് ശേഷം അവിടുത്തെ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവരിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്ന നിലയിലേക്ക് പോയിരുന്നു. തൃശൂർ DCCയിൽ കൂട്ടയടി നടന്നിരുന്നു. ഇത് കോൺഗ്രസിനുള്ളിലും ഇത് സംബന്ധിച്ച് വലിയ തോതിലാണ് ചർച്ച നടക്കുന്നത്. കാരണം മുരളീധരന്റെ തോൽവി കോൺഗ്രസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊട്ടിത്തെറി അത് ചെറുതല്ല. മുരളീധരനെ എവിടെ അക്കോമഡേറ്റ് ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ സജീവമാണ്. K. സുധാകരൻ പറഞ്ഞത് അദ്ദേഹം KPCC പ്രസിഡന്റ് ആകാൻ വരികയാണെങ്കിൽ, അങ്ങനെ തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ താൻ അതിനും സന്നദ്ധനാണ് എന്ന് K. സുധാകരൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാം കാര്യങ്ങൾ. K. സുധാകരൻ നേരത്തെ തിരഞ്ഞെടുപ്പ് സമയത്ത് K. സുധാകരന് താൽക്കാലിക ചുമതല, പ്രസിഡന്റ് മാറ്റി താൽക്കാലിക ചുമതല നൽകിയിരുന്നു ഹസന്. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം സുധാകരനെ തിരിച്ചു കൊണ്ടുവരാൻ ഒരല്പം കാലതാമസം ഉണ്ടായപ്പോൾ തന്നെ സുധാകരൻ അതിൽ ഇടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു, പരിഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ സുധാകരനെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. മറ്റൊന്ന്, ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരികയാണ്. ഷാഫി പറമ്പിൽ MP ആയതോടുകൂടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അവിടേക്ക് മുരളീധരനെ പരിഗണിക്കണം എന്ന ഒരു വാദമുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ കോൺഗ്രസിൽ പറയുന്ന ആളുകളുണ്ട്. അതോടൊപ്പം തന്നെയാണ് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വയനാട്
ഒഴിഞ്ഞാൽ അദ്ദേഹം റായ്ബറേലിയിൽ വിജയിച്ച സാഹചര്യത്തിൽ ഒരുപക്ഷെ വയനാട് അദ്ദേഹം ഒഴിയുന്ന സാഹചര്യത്തിൽ എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഒരു സീറ്റ് ഒഴിയേണ്ടി വരും. അത് വയനാടാണ്. ആ സീറ്റ് ഒഴിയുന്ന സാഹചര്യത്തിൽ മുരളീധരനെ അവിടേക്ക് പരിഗണിക്കണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ താൻ ഉടനെ ഒരു തിരഞ്ഞെടുപ്പിനില്ല എന്ന കാര്യം ഇതിനകം തന്നെ അസന്നിഗ്ധമായി മുരളീധരൻ വ്യക്തമാക്കിയിട്ടുണ്ട്. താൻ ഇനി ഒരു പൊതുപ്രവർത്തനം പോലും തൽക്കാലത്തേക്ക് നിർത്തുന്നു, ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഇല്ല എന്ന് മുരളീധരൻ പറയുമ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നതാണ്. കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരുപക്ഷെ തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യമാക്കി. എന്തായിരുന്നാലും ഇതിൽ തോൽവി സംഭവിച്ചു. അങ്ങനെയെങ്കിൽ കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനുള്ള ഒരു സാഹചര്യം അത് മുരളീധരൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പാലക്കാട് അദ്ദേഹം മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നത് വ്യക്തമല്ല. കാരണം BJP വലിയ വേരോട്ടമുണ്ടാക്കിയിട്ടുള്ള, BJPക്ക് വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട്. നേമത്ത് മുരളീധരൻ പരാജയപ്പെടുന്നു, തൃശൂരിൽ പരാജയപ്പെടുന്നു. BJPയെ ചെറുക്കാൻ എന്ന വാദം അദ്ദേഹം കൃത്യമായി ഉന്നയിക്കുന്നുണ്ട്. കാരണം പാർട്ടി എവിടെയാണോ തന്നെ നിയോഗിക്കുന്നത് അവിടെ പോകുന്നു, BJPയുടെ വളർച്ച തടയാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്ന ഒരു വാദം. നേമത്ത് വി ശിവൻകുട്ടി ജയിക്കുമ്പോൾ BJPയെ പരാജയപ്പെടുത്താൻ തന്റെ സ്ഥാനാർത്ഥിത്വം കൂടി കാരണമായെന്ന് മുരളീധരൻ അന്ന് അവകാശപ്പെട്ടു. വിനോദ്, ഈ പോസ്റ്ററുകളുടെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അതിൽ ഒന്നോ രണ്ടോ പോസ്റ്റർ ഒന്നുമില്ലോ, നിരവധിയായിട്ടുള്ള പോസ്റ്ററാണ്. അതിൽ നിറഞ്ഞു നിൽക്കാൻ പാകത്തിന് പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട്. അപ്പോൾ അതായത് സമയമെടുത്ത് തന്നെ വളരെ ആസൂത്രിതമായി തന്നെ പതിച്ചതാണ്. ഇത് എപ്പോൾ മുതലാണ് ഇത് കണ്ടു തുടങ്ങിയത്? ഇന്നലെ രാത്രിയല്ലേ ഈ പോസ്റ്റർ പതിച്ചിട്ടുണ്ടാവുക? എന്തോ ഇന്നലെ രാത്രി തന്നെയാണ് ഈ പോസ്റ്റർ പതിച്ചിട്ടുള്ളത്. കാരണം മുരളീധരൻ ഡൽഹിയിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഡൽഹിയിലേക്ക് പോകുന്ന ദിവസം തന്നെ ഈ പോസ്റ്ററുകൾ പൊതുജനങ്ങൾക്ക് കാണാൻ തരത്തിൽ, മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വരുന്ന തരത്തിൽ വലിയ തോതിൽ ഈ ചുമര് മുഴുവൻ നിറയെ ഒട്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാം. കാരണം ഒന്നോ രണ്ടോ പോസ്റ്ററല്ല, അല്ലെങ്കിൽ കൈകൊണ്ട് എഴുതിയതല്ല, കൃത്യമായി പ്രിന്റ് ചെയ്ത നല്ല കളർ ഫുള്ളായിട്ടുള്ള വളരെ വർണ്ണാഭമായ പോസ്റ്റർ തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. പ്രിയപ്പെട്ട KM, തിരഞ്ഞെടുപ്പെന്ന പോരാട്ടത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കാം, പക്ഷേ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങളെന്നും അജയ്യനാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ BJP എവിടെ ശക്തി പ്രാപിക്കുന്നുവോ അവിടെ പാർട്ടി തന്നെ നിയോഗിക്കുന്നു, താൻ BJPയുടെ വളർച്ചയെ തടയാൻ ശ്രമിക്കുന്നു എന്ന മുരളീധരന്റെ വാദം, ആ കാര്യം തന്നെയാണ് ഈ വരികളിലും നിറയുന്നത്. അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, കോൺഗ്രസ് പാർട്ടിയെ നയിക്കാൻ നായകനായി അങ്ങ് ഉണ്ടാകണം, എന്നും എപ്പോഴും ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം, കോൺഗ്രസ് പ്രവർത്തകർ തിരുവനന്തപുരം. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിന്റെയോ പേരിലൊന്നുമല്ല, കോൺഗ്രസ് പ്രവർത്തകർ എന്ന ലേബലിൽ തന്നെയാണ്. മറ്റ് ഗ്രൂപ്പ് വ്യത്യാസമൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രയോഗമാണ് കോൺഗ്രസ് പ്രവർത്തകർ ഒന്നാകെ ആഗ്രഹിക്കുന്നു. നേരത്തെ KPCC പ്രസിഡന്റ് ആയിട്ടുള്ള ആളാണ് K മുരളീധരൻ. ആ പദവിയിലേക്ക് അദ്ദേഹം തിരികെ വരണം, പാർട്ടിയെ നയിക്കണം എന്ന ആഗ്രഹം. അവിടെയും ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെയുണ്ട്. K മുരളീധരൻ വരുമ്പോൾ, അങ്ങനെ വന്നാൽ, അങ്ങനെ ഒരു അവസരം K മുരളീധരൻ ലഭിച്ചാൽ മറ്റ് സ്ഥാനങ്ങളെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉയർന്നു വരാം. അത് ഏത് തരത്തിലായിരിക്കണം അതിന്റെ ഫോർമുല എന്ന കാര്യങ്ങളൊക്കെയും പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ആദ്യത്തെ 2019 ശബരിമല വിഷയം ഉൾപ്പെടെ കത്തി നിൽക്കുമ്പോൾ UDFന് വലിയ മേൽക്കൈ ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വിജയമുണ്ടായി 19 സീറ്റുകളിലേക്ക് വരുന്ന ഒരു നില. സമാനമായ രീതിയിൽ ഇപ്പോൾ വലിയ വിജയമുണ്ടാകുമ്പോൾ ശബരിമല പോലുള്ള വിഷയമൊന്നുമില്ല. അവിടെയാണ് K സുധാകരൻ തന്റെ ഒരു ക്ലെയിം ഉന്നയിക്കുന്നത്. കാരണം പാർട്ടിയെ നയിക്കാൻ, ശക്തമായി നയിക്കാൻ പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ഉണ്ടായിരുന്നു. പക്ഷേ MP ആകുമ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഹൈക്കമാൻഡിന് 2 സ്ഥാനമുണ്ട്, KPCC പ്രസിഡന്റ് സ്ഥാനവും MP സ്ഥാനവും ഉണ്ട്. ഹൈക്കമാൻഡിന് താല്പര്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി മുരളീധരനെ കൊണ്ടുവരാം. പക്ഷേ അങ്ങനെയുള്ള പ്രാഥമിക ചർച്ചകൾ പോലും ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല VD സതീശന്റെ താല്പര്യവും അതിൽ ഏറ്റവും നിർണായകമായി മാറും. എക്സാക്ട്ലി, അതാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. വിനോദ് സൂചിപ്പിച്ചതുപോലെ അത് എത്രത്തോളം നടക്കുമെന്നുള്ളത് കാത്തിരിക്കണം. കാരണം K സുധാകരൻ അവിടെ ഇടയാനുള്ള സാധ്യത അവിടെ കൃത്യമായും കോൺഗ്രസ് നേതൃത്വം നേരിടാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിരിക്കും. വിനോദ് തുടരുക. 1-2 വാർത്തകൾ കൂടി വിനോദിൽ നിന്ന് വിവരങ്ങൾ തേടേണ്ടതുണ്ട്. മറ്റൊന്ന്, ഈ സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയം സംബന്ധിച്ച് എക്സൈസ് മന്ത്രി MB രാജേഷിന്റെ നേതൃത്വത്തിലുള്ള ചർച്ച ഇന്ന് തുടർന്നേക്കും. നയരൂപീകരണവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായുള്ള പ്രാഥമിക ചർച്ച കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരുന്നു. കള്ളുഷാപ്പ് ലൈസൻസികളുമായും ട്രേഡ് യൂണിയൻ ഭാരവാഹികളുമായിട്ടാണ് ചർച്ച നടത്തിയത്. ഇന്ന് സംസ്ഥാനത്തെ ബാർ ഉടമകൾ, ഡിസ്റ്റിലറി ഉടമകൾ എന്നിവരുമായി ചർച്ച നടത്തുമെന്നുള്ളതാണ് വിവരം. വിനോദ്, ഈ ഇന്നലെ നിയമസഭയിലും ബാർ കോഴയെ ഉന്നയിക്കാൻ പ്രതിപക്ഷം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മിനിങ്ങാണ്. അപ്പോൾ ആ വിവാദം നിലനിൽക്കുകയാണ് മദ്യനയത്തിലെ ചർച്ച. എന്തൊക്കെയായിരിക്കണം പ്രതീക്ഷിക്കേണ്ടത്?
എന്തോ രണ്ടാം ബാർ കോഴ വിവാദം കത്തി നിൽക്കുമ്പോഴാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട പ്രാരംഭ ചർച്ചയിലേക്ക് എക്സൈസ് വകുപ്പ് കടന്നിരിക്കുന്നത്. ഈ കോഴ വിവാദം, ഈ മദ്യനയം തയ്യാറാക്കുന്നതിന് മുൻപ് തന്നെ ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് നടത്തി അത് കൈമാറാനുള്ള നീക്കം നടന്നുവെന്ന ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷം സഭയ്ക്കകത്തും പുറത്തും സമരം നടത്തുകയാണ്. ഇതിനിടയിലാണ് ഈ മദ്യനയ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, പ്രാരംഭ ചർച്ചകൾ തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം കള്ളുഷാപ്പ് ഉടമകളുമായി ചർച്ചയുണ്ടായിരുന്നു. ഇന്ന് ബാർ ഉടമകളും അതോടൊപ്പം തന്നെ ഡിസ്റ്റിലറി ഉടമകൾ, സ്റ്റേറ്റ് നമ്മുടെ ഈ തരത്തിലുള്ള സ്റ്റേറ്റ് ഹോൾഡേഴ്സുമായി ബന്ധപ്പെട്ട്, ഈ രംഗവുമായി ബന്ധപ്പെട്ട് നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളുടെ സംഘടനകളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ, ഇതിലാണ് ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ നേരത്തെ വലിയ വിവാദമായി വന്നത്. എക്സൈസ് വകുപ്പ് രൂപീകരിക്കേണ്ട നയത്തിൽ എങ്ങനെ ടൂറിസം വകുപ്പ് യോഗം വിളിച്ചുവെന്നും ഇത്തരത്തിലുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ ഉൾപ്പെടുത്തി ചർച്ച നടത്തിയെന്നുള്ള ഗുരുതരമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അവിടെയാണ് കഴിഞ്ഞ ദിവസവും എക്സൈസ് മന്ത്രി പറഞ്ഞത് ഇങ്ങനെ എല്ലാ വകുപ്പുകളും അവരുടേതായ രീതിയിൽ ചർച്ച നടത്തും, അത് ക്രോഡീകരിച്ച് എക്സൈസ് വകുപ്പിന് കൈമാറും, തുടർന്നാണ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മദ്യനയം രൂപീകരിക്കുന്നത്. ഏതായിരുന്നാലും ഇനിയിപ്പോൾ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ബാർ ഉടമകൾക്ക് ലഭിക്കുന്ന തരത്തിൽ, അതായത് റിലാക്സേഷൻ കൊണ്ടുവരികയാണെങ്കിൽ സ്വാഭാവികമായും സർക്കാർ കൂടുതൽ പ്രതിസന്ധി നേരിടും. കാരണം ഈ പണപ്പിരിവുമായി ബന്ധപ്പെട്ട വിവാദം നിലനിൽക്കുന്നുണ്ട്. സർക്കാർ കൈയൊഴിയുന്നെങ്കിൽ കൂടിയും അത് കത്തി നിൽക്കുകയാണ്. ഈ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അവിടേക്ക് പണം കൊടുത്താൽ മാത്രമേ നമ്മുടെ കാര്യം നടക്കൂ എന്ന അനിമോന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നു. പ്രധാനമായും ബാർ ഉടമകൾ കാലങ്ങളായി ഉന്നയിക്കുന്നത് ഈ ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക എന്നതാണ്. ഈ തരത്തിൽ ഡ്രൈ ഡേ, അതായത് 1-ാം തീയതികളിലുള്ള ഡ്രൈ ഡേ എടുത്തു മാറ്റുക എന്നൊരു ആവശ്യം കൂടിയുണ്ട്. ഈ വിവാദം ഇങ്ങനെ കത്തി നിൽക്കുമ്പോൾ ആ തരത്തിലുള്ള ഇളവുകൾ സംസ്ഥാന സർക്കാർ നൽകുമോ, എക്സൈസ് വകുപ്പ് നൽകുമോ? അങ്ങനെ നൽകിയാൽ തന്നെ ഒരുപക്ഷെ ഇപ്പോൾ നടക്കുന്ന സമരത്തിന്റെ വീര്യം കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് പോകും എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. മാത്രവുമല്ല, ഈ പറയുന്ന ഇളവുകൾ അത് ആദ്യമായല്ല ഉന്നയിക്കുന്നത്, നേരത്തെ തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് ഉന്നയിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അതിനു മുൻപ് ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും പല തരത്തിലുള്ള ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ്. ഡ്രൈ ഡേ വ്യാപകമായി അന്ന് എടുത്തു കളയുന്ന സാഹചര്യമുണ്ടായി. അത് പണം വാങ്ങിയാണോ അന്ന് ഡ്രൈ ഡേ എടുത്തു കളഞ്ഞതെന്ന ചോദ്യം എക്സൈസ് മന്ത്രി ഉന്നയിക്കുന്നു. മാത്രവുമല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 3 ലക്ഷം രൂപ വരെ ലൈസൻസ് ഫീസ് ഉയർത്തണമെന്ന ശുപാർശ ഉണ്ടായിരുന്നപ്പോൾ 1 ലക്ഷം രൂപ മാത്രമാണ് ഉയർത്തിയത്. 2 പിണറായി സർക്കാരുകൾ ഈ കാലയളവിനുള്ളിൽ 12 ലക്ഷം രൂപ ബാർ ലൈസൻസ് ഫീസിനത്തിൽ വർദ്ധിപ്പിച്ചു. അത് ആരാണ് യഥാർത്ഥത്തിൽ ബാർ ഉടമകളെ സഹായിക്കുന്നത്? ഈ കണക്ക് നോക്കുമ്പോൾ, ഈ ഫീസ് വർധന നോക്കുമ്പോൾ കൃത്യമായി പറയണം പ്രതിപക്ഷം എന്നൊരു കാര്യം കൂടി എക്സൈസ് മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അവിടെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറയുന്ന ഒരു കാര്യം, എങ്ങനെയാണ് ഈ ടൂറിസം വകുപ്പ് ഈ സ്റ്റേറ്റ് ഹോൾഡേഴ്സിന്റെ യോഗം വിളിക്കുന്നത്? ചർച്ച അത് തുടരും. അപ്പോൾ വിവാദങ്ങളുടെ സമയത്താണ് ഇത്തരത്തിലൊരു ചർച്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വി വിനോദാണ് തിരുവനന്തപുരത്തും ചേർന്നത്. നിയമസഭാ സമ്മേളനം തുടരുകയാണ്. പോലീസ്, ജയിൽ വകുപ്പുകളുടെ ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ആണ് ഇന്ന് പ്രധാനമായി നടക്കുക. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകും. ഇന്ന് പിരിഞ്ഞാൽ 18-ാം തീയതിയാണ് ഇനി സഭ സമ്മേളിക്കുകയുള്ളൂ. നാളെ മുതൽ 3 ദിവസം ലോക കേരള സഭ നടക്കും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നേരെ അമേരിക്കയിലേക്ക് പോവുകയാണ്. സജിമോൻ ആന്റണി അവിടെ ചേരുന്നുണ്ട്. വാർത്ത മറ്റൊന്നുമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മകൻ ഹണ്ടർ ബൈഡൻ അനധികൃതമായി തോക്ക് കൈവശം വെച്ചു എന്നുള്ള കേസിൽ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. 3 ചാർജുകളിൽ കുറ്റക്കാരനാണ് ഹണ്ടർ എന്ന് ഡെലവറിലെ ഫെഡറൽ കോടതിയിലെ ജൂറിയാണ് കണ്ടെത്തിയത്. 25 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ്. ശിക്ഷ പിന്നീട് വിധിക്കും. നമുക്ക് സജിമോനോട് തന്നെ ചോദിക്കാം. സജിമോൻ, ഗുഡ് മോർണിംഗ്. ജോ ബൈഡന്റെ മകനെതിരെ ഇങ്ങനൊരു കുരുക്ക് വരുമ്പോൾ മറുവശത്ത് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ സാഹചര്യം, അപ്പോൾ ഈ ഒപ്പത്തിനൊപ്പം 2 പക്ഷങ്ങൾക്കും വാദപ്രതിവാദത്തിനുള്ള വകയൊരുക്കുകയല്ലേ അവിടെ? തീർച്ചയായും അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥ ഇപ്പോഴും ലൈവാണ്, വളരെ വിവിഡാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്നത്തെ ജൂറിയുടെ വെർഡിക്റ്റ്. ഇന്നത്തെ ജൂറി യുനാനിമസ്ലി ഹണ്ടർ ബൈഡനെ 3 കാര്യങ്ങളിലാണ് കുറ്റക്കാരനായിട്ട് കണ്ടെത്തിയത്. ഫെലനി ഒന്ന്,
തോക്ക് കൈവശം വെച്ചതിനും അതോടൊപ്പം ഫെഡറൽ ഗവൺമെന്റിന്റെ ഫോം തോക്ക് വാങ്ങാൻ സമയത്ത് നമുക്ക് തറക്കേണ്ട ആവശ്യമുണ്ട്. ആ സമയത്ത് ആൽക്കഹോൾ അബ്യൂസും ഡ്രഗ് അബ്യൂസും ഉണ്ടതിനെ പറ്റി ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൽ നുണ പറഞ്ഞു എന്നുള്ള കാരണമാണ്. അപ്പൊ ഈ രണ്ട് കാരണങ്ങളിൽ യുനാനിമസ്ലി ജൂറി വെർഡിക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് താങ്കൾ പറഞ്ഞതുപോലെ 25 വർഷം വരെ തടവും ഏകദേശം $750,000 ഏകദേശം അതായത് 6.25 കോടി രൂപയോളം പിഴയും വരെ ചുമത്താൻ തക്കതായ ഒരു കുറ്റമായിട്ടാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ശിക്ഷ എന്തുമാത്രമാണ് വിധിക്കുന്നുള്ളത് വരും മാസങ്ങളിൽ നമുക്ക് അറിയാൻ പാടുള്ളൂ. എന്നാൽ അതിന്റെ മാക്സിമം പണിഷ്മെന്റ് എന്ന് പറയുന്നത് ഏകദേശം 25 വർഷവും അതോടൊപ്പം $750,000 പിഴയും വരെ വരാവുന്നതാണ്. ഏതായാലും ഇതൊരു വളരെ ബ്രേക്കിംഗ് ന്യൂസ് ആണ് ഇവിടെ. കാരണം ഇപ്പോൾ ഇവിടെ വളരെയധികം കലുഷിതമായ ഒരു രാഷ്ട്രീയമാണ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ട്രംപിന്റെ ഏകദേശം 34 കൗണ്ടിനാണ് ഫെലണിക്ക് കൺവിക്റ്റഡ് ആയത്. അപ്പൊ അന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ഒന്നടങ്കം അതിനെ വിമർശിച്ചിരുന്നു. കാരണം ഇത് പ്രസിഡന്റ് ബൈഡന് ഉൾപ്പെട്ട് അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥ ഭരിക്കുന്ന കക്ഷിയെ അനുകൂലമായിട്ട് വെർഡിക്റ്റ് ആകുന്നതാണ് എന്നുള്ള രീതിയിലുള്ള പല ആരോപണങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അതിനെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പ്രസിഡന്റിന്റെ തന്നെ സ്വന്തം മകനെയാണ് ഇന്ന് ഈ ഒരു കുറ്റം സംബന്ധി ഈ ഒരു വെർഡിക്റ്റ് വന്നിരിക്കുന്നത്. അപ്പൊ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ പ്രസിഡന്റിന്റെ ഈ ഒരു മകന് ഹണ്ടർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാറ്റിക് പയ്യനായിരുന്നു തുടക്കം മുതലേ. പറയുകയാണെങ്കിൽ പ്രസിഡന്റിന്റെ ഫാമിലിയിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഒട്ടേറെ ട്രാജഡികൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 1972 ആദ്യത്തെ ട്രാജഡി. ആ ട്രാജഡിയിൽ പ്രസിഡന്റിന്റെ വൈഫും, അന്ന് സെനറ്റർ ആയിരുന്നു, അന്ന് ജോ ബൈഡന്റെ വൈഫും ഇളയ മോളും ആ ഒരു ആക്സിഡന്റിൽ മരിക്കുകയും അതോടൊപ്പം ഈ ഹണ്ടറും ബോ ബൈഡനും അങ്ങനെ 2 ആൺപിള്ളേരാണ് ഉണ്ടായിരുന്നത്. അവർക്ക് രണ്ടുപേർക്കും ക്രിട്ടിക്കലി ഇൻജുർ ആവുകയും ചെയ്തു. അതിനുശേഷം ഇദ്ദേഹം ഹണ്ടർ കോളേജിൽ പോയി അവിടെ ആൽക്കഹോളിസവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇൻ ആൻഡ് ഔട്ട് ആയിട്ട് റിഹാബിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം 2013 അദ്ദേഹം US നേവിയിൽ ജോയിൻ ചെയ്യുകയും പിറ്റേ ദിവസം അദ്ദേഹത്തെ ഫയർ ചെയ്യുകയും ചെയ്തു. അന്നാണ് അദ്ദേഹത്തിന് ഡ്രഗ് അബ്യൂസ് വെളിച്ചത്ത് വന്നത്. അതിനുശേഷവും റിഹാബിൽ പോയി 2015 അടുത്ത വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി. ബോ ബൈഡന് ക്യാൻസറിന് ഇതുമായിട്ട് മരിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ആഘാതത്തിന് ശേഷം ഹണ്ടർ ബൈഡൻ ഒരു അറിയപ്പെടുന്ന ഒരു ആൽക്കഹോളിക്കും അല്ലെങ്കിൽ ഒരു കൊക്കൈൻ അഡിക്റ്റഡ് ആയിട്ടും ആണ് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല പ്രോസ്റ്റിറ്റ്യൂട്ട്സിന്റെ അങ്ങനെയുള്ള ഇഷ്യൂസ് വരെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് ഒരു ചൈൽഡ് പോലും ഉണ്ടായിരുന്നു. 2019 ജോ ബൈഡന്റെ ഫാമിലി അദ്ദേഹത്തിന് ആ ഒരു ഗ്രാൻഡ് ചൈൽഡിനെ ഫോഴ്സ്ഫുള്ളി അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അപ്പൊ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ ഹണ്ടർ ബൈഡൻ തുടക്കം മുതലേ ഒരു പ്രശ്നക്കാരനായിരുന്നു. പ്രസിഡന്റിന് എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിമാർക്സ് ഉണ്ടാക്കുവാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും പ്രസിഡന്റിന്റെ വൈഫ് ജോ ബൈഡനും ഡോക്ടർ ജിൽ ബൈഡനും രണ്ടുപേരും കട്ടയ്ക്ക് സപ്പോർട്ടുണ്ട്. പ്രസിഡന്റ് ഒരു സ്റ്റേറ്റ്മെന്റ് കാണുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നത് ഇതാണ്: ഐ ആം ദ പ്രസിഡന്റ് ബട്ട് ഐ ആം ഓൾസോ എ ഡാഡ്. അപ്പം പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ഒരു കേസിനകത്ത് ഒരു ഇൻഫ്ലുവൻസും ചെലുത്തുകയില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം വെർഡിക്റ്റ് ഉണ്ടാവുകയും പ്രസിഡന്റിന് വേണമെങ്കിൽ മാപ്പ് എടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. എന്നാൽ ഈ ഒരു കേസിൽ പ്രസിഡന്റ് അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫാമിലി പരമായിട്ട് കട്ടയ്ക്ക് പ്രസിഡന്റ് വൈഫും മൊത്തം ഫാമിലി ഇദ്ദേഹത്തിന് സപ്പോർട്ടുണ്ട്, മോറലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ തന്നെ ചില രാഷ്ട്രീയ പല കാര്യങ്ങൾ, ചില ബിസിനസ് ഡീലിംഗിനകത്തും ഹണ്ടർ എപ്പോഴും ഒരു കോൺട്രവേഴ്ഷ്യൽ ക്യാരക്ടർ ആയിരുന്നു. 2015 16 ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ചില പൊളിറ്റിക്കൽ കോൺട്രവേഴ്ഷ്യൽ യുക്രൈൻ ബിസിനസ് ഡീലിലും ചൈന ബിസിനസ് ഡീലിലും ഒക്കെ ഒരു ചെറിയ ആരോപണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഈ ഒരു സമയത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. 2018 ഇപ്പൊ ഈ കേസിന് ആസ്പദമായ തോക്ക് വാങ്ങുന്നത് അമേരിക്കയിൽ കുറ്റകരമല്ല. ആക്ച്വലി ഇവിടെ എപ്പോഴും എൻകറേജ് ചെയ്യുന്നതാണ്. ഇവിടുത്തെ സെക്കൻഡ് അമെന്റ്മെന്റ് ഗണ്ണിനെ എപ്പോഴും പ്രോ ആയിട്ടാണ്, അതായത് വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. എന്നാൽ വളരെ വിചിത്രമാണ്, എന്തുകൊണ്ടാണ് ഹണ്ടറിന് ഈ ഒരു പിടി വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗണ്ണ് വാങ്ങിക്കുന്ന സമയത്ത് ഒരു ലൈസൻസിന്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷനിൽ നമ്മൾക്ക് എന്തെങ്കിലും ആൽക്കഹോളിസമോ അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസോ ഉണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉണ്ടായിട്ടും ഇല്ല എന്ന് പറഞ്ഞു വാങ്ങി എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു കുറ്റം എന്ന് പറയുന്നത്. ഓക്കെ വ്യക്തമാണ്. താങ്ക് യു സോ മച്ച് സജിമോൻ ആന്റണി. എന്നാലും ഹണ്ടർ ബൈഡൻ ഒന്ന് കുരുക്കിലാവുകയാണ്, പക്ഷേ ഒപ്പം നിൽക്കുന്നു കൃത്യമായി അവിടെ ജോ ബൈഡനും ഫാമിലിയും. സജിമോൻ ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത് US-ൽ നിന്ന്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ പരാതിയില്ലെന്ന് യുവതി ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതോടെ തുടർ നടപടികൾക്കൊരുങ്ങി പോലീസ്. യുവതിയുടെ മൊഴിമാറ്റം അന്വേഷണത്തെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് അന്വേഷണ സംഘമുള്ളത്. രാഹുലിനെതിരെ യുവതി കോടതിയിൽ നൽകിയ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ
തീരുമാനം. എന്താണെങ്കിലും നവമി ദിനേശ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. നവമി, ഈ രഹസ്യമൊഴി കണക്കിലെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ അത് ഒരു തരത്തിലും ബാധിക്കില്ല എന്നുള്ള നിഗമനം അത് എത്രത്തോളം ശരിയാകുമെന്ന് കണ്ടറിയണം. മാത്രമല്ല, ഈ യുവതി മൊഴി മാറ്റിയത് സമ്മർദ്ദം മൂലമാണെന്ന ഒരു ആരോപണം കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, കുട്ടിയെ കാണാനില്ല എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അവർ ഒരു കേസ് നൽകിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ പന്തീരങ്കാവ് കേസ് എങ്ങനെയാണ് കോടതിയിൽ മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ചോദ്യം. എൽദോ, പോലീസ് ഇപ്പോൾ ഈ പെൺകുട്ടിക്കായുള്ള ഒരു അന്വേഷണത്തിലാണ്. പെൺകുട്ടി ഇപ്പോൾ തിരുവനന്തപുരത്താണുള്ളതെന്ന് പോലീസിന് മനസ്സിലായി. പക്ഷേ പെൺകുട്ടി ജോലി ചെയ്ത ഓഫീസിലായിക്കോട്ടെ ഹോസ്റ്റലിലായിക്കോട്ടെ പെൺകുട്ടി ഇല്ല എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എന്തായാലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത സ്ഥലം ഏതാണ്, അല്ലെങ്കിൽ ഈ ഫോൺ എവിടെ നിന്നാണ് പെൺകുട്ടിയുടെ അവസാനമായി ഫോൺ ഉപയോഗിച്ചത് എന്ന് അടക്കമുള്ള കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ നേരിടുന്ന ഒരു ചെറിയ പ്രതിസന്ധി പെൺകുട്ടിയുടെ ഈ മൊഴിമാറ്റം തന്നെയാണ്. ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകുകയും ചെയ്തു. ഈ ഭർത്താവായ രാഹുലിനെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുലിന്റെ അഭിഭാഷകനെ അടക്കം യുവതി സമീപിക്കുകയും ചെയ്തു. ഈ ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ടാണ് സത്യവാങ്മൂലം നൽകുകയും ചെയ്തത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഹൈക്കോടതി വിഷയം പരിഗണിക്കുമ്പോൾ തീർച്ചയായും പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തും. ഏത് അടിസ്ഥാനത്തിലാണ് പെൺകുട്ടി ഇത്തരത്തിൽ മൊഴി മാറ്റാനുണ്ടായ സാഹചര്യം, മറ്റേതെങ്കിലും ഭീഷണിയുടെ ബലത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണി ഉണ്ടോ എന്നുകൂടി കോടതി എന്തായാലും അന്വേഷിക്കുകയും ചെയ്യും. എന്തായാലും പെൺകുട്ടിയുടെ കുടുംബം ഇപ്പോൾ പെൺകുട്ടിയെ കാണാനില്ല എന്നുള്ളൊരു പരാതിയാണ് വടക്കേക്കര പോലീസിന് നൽകിയിരിക്കുന്നത്. വടക്കേക്കര പോലീസ് ഇത് തിരുവനന്തപുരത്തെ പോലീസിന് ഈ അന്വേഷണം കൈമാറും, ഈ പരാതി കൈമാറും. ഇതിനെ തുടർന്ന് 3 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും പെൺകുട്ടിയെ ഉടൻ കണ്ടെത്തണം. പെൺകുട്ടിയെ നേരിട്ട് തന്നെ ഇതിന്റെ ഒരു മൊഴി രേഖപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ളൊരു ഭീഷണിയോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീഷണിക്ക് വഴങ്ങിയിട്ടാണോ പെൺകുട്ടി മൊഴി മാറ്റിയതെന്നുള്ളൊരു കാര്യം പെൺകുട്ടിയിൽ നിന്ന് തന്നെ വ്യക്തമാകുകയും ചെയ്യണം. അല്ലെങ്കിൽ ഇത് കുടുംബത്തിന്റെ പ്രേരണയാൽ രാഹുലിനെതിരെ കെട്ടിച്ചമച്ച കള്ളക്കഥയാണോ, കള്ളക്കേസാണോ എന്നും പോലീസിന് വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും അപ്രതീക്ഷിതമായിരുന്നു ഈ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ ഇരയായ പെൺകുട്ടി ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വന്ന് മൊഴി മാറ്റുകയും പിന്നീട് കുടുംബത്തെ വലിയ രീതിയിൽ പ്രതിസന്ധിയാക്കുകയും ചെയ്തത്. ഇന്നലെ തന്നെ പിതാവ് പ്രതികരിക്കുകയും ചെയ്തു. പിതാവ് പറയുന്നത് രാഹുലിന്റെയും കുടുംബത്തിന്റെയും ഭീഷണിയെ തുടർന്നാണ് തന്റെ മകൾ ഇത്തരത്തിൽ മൊഴി മാറ്റിയത്. മകൾക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്ന കുടുംബമാണ്, അവളോട് സ്നേഹം പുലർത്തുന്ന കുടുംബമാണ്. അവിടെ സ്ത്രീധനത്തിന് വേണ്ടി വലിയ രീതിയിൽ അതിക്രമം മകൾ നേരിട്ടു എന്ന് പിതാവ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഏത് അടിസ്ഥാനത്തിലാണ് പെട്ടെന്നൊരു മൊഴി മാറ്റത്തിന് പെൺകുട്ടിയെ പ്രേരിപ്പിച്ചതെന്ന് ഇപ്പോഴും അന്വേഷണ സംഘത്തിന് മനസ്സിലായിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ പെൺകുട്ടിക്ക് എന്തായാലും ഹൈക്കോടതിയുടെ മുന്നിൽ തന്നെ ഹാജരായേ മതിയാകൂ. ഓക്കെ എന്നാണെങ്കിലും കാത്തിരിക്കാം എങ്ങനെയാണ് ആ കേസ് മുന്നോട്ട് പോവുക എന്നുള്ള കാര്യത്തിൽ. നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്ന്. നമ്മൾ മറ്റൊരു ഇടവേളയിലേക്ക് കൂടി പോവുകയാണ്. വേഗത്തിലിരിക്കാത്ത അമിത്ഷാ 12 മണിയോടുകൂടി ആഭ്യന്തര മന്ത്രാലയത്തിൽ നോർത്ത് ബ്ലോക്കിൽ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാവിലെ തന്നെ ചുമതല ഏറ്റെടുത്തിരുന്നു. ഒപ്പം ശിവരാജ് സിംഗ് ചൗഹാൻ, ഒപ്പം തന്നെ റെയിൽവേ മന്ത്രിയായ അശ്വിനി വൈഷ്ണവ്, പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. ഏതായാലും ശിവരാജ് സിംഗ് ചൗഹാൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി ആദ്യം ഒപ്പുവെച്ച ഫയൽ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. അതിൽ വളരെ സന്തോഷമുണ്ട് എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരാണ് കേരളത്തിൽ നിന്നുള്ളത്, സുരേഷ് ഗോപിയും ജോർജ് കുര്യനും. ഈ 2 പേരും ഇന്ന് ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്. സുരേഷ് ഗോപി ആദ്യം ചുമതല ഏറ്റെടുത്തത് ശാസ്ത്രി ഭവനിലെത്തി പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ്. അതിനുശേഷമാണ് അദ്ദേഹം ടൂറിസം മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സുരേഷ് ഗോപി കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണവും നടത്തിയിട്ടുണ്ട്. ഒന്ന്, അത് രാഷ്ട്രീയമായ പരാമർശമാണ്. പ്രത്യേകിച്ച് തന്നെ വിജയിപ്പിച്ച തൃശ്ശൂർ ജനതയാണ്, അവർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം
ടൂറിസത്തെക്കുറിച്ചുള്ള കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു. അതായത് ടൂറിസത്തിന് അനന്തമായ സാധ്യതകൾ കേരളത്തിലുണ്ട്, അത് ഉപയോഗപ്പെടുത്തും എന്ന പരാമർശം സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, കേരളത്തിൽ വലിയ ടൂറിസം സാധ്യതയുണ്ട്. നേരത്തെ മലയാളം മാധ്യമങ്ങൾക്ക് അടക്കം നൽകിയ അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞതാണ്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ തനിക്ക് ടൂറിസം വകുപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കൂടുന്നു, ഭാരിച്ച ഉത്തരവാദിത്തമാണ് തനിക്കുള്ള എന്നുകൂടി സുരേഷ് ഗോപി പ്രതികരിച്ചിരിക്കുകയാണ്. ജോർജ് കുര്യൻ ഇന്ന് ചുമതല ഏറ്റെടുത്തത് 2 വകുപ്പ് അദ്ദേഹത്തിനുണ്ട്. ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ വകുപ്പുണ്ട്, ഒപ്പം തന്നെ ഫിഷറീസ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ സഹമന്ത്രി സ്ഥാനവും കൂടി അദ്ദേഹത്തിനുണ്ട്. ഇതിൽ കൃഷി മന്ത്രാലയത്തിലെത്തി ഫിഷറീസ് വകുപ്പിൻ്റെ ചുമതലയാണിപ്പോൾ ജോർജ് കുര്യൻ ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ന് തന്നെ ന്യൂനപക്ഷ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രി സ്ഥാനം കൂടി ജോർജ് കുര്യൻ ഏറ്റെടുത്തേക്കും. ഏതായാലും ഭൂരിഭാഗം മന്ത്രിമാരും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോൾ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുത്തിരിക്കുകയാണ്. ശരി, രാജേഷാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രിമാർ അവരവരുടെ ഓഫീസുകളിലെത്തി ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് കേന്ദ്ര സഹമന്ത്രിയായി ചുമതല ഏറ്റെടുത്ത സുരേഷ് ഗോപി ഇന്ന് രാത്രി കോഴിക്കോട് എത്തും. നാളെ രാവിലെ കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ സുരേഷ് ഗോപി ദർശനം നടത്തും. കണ്ണൂർ പയ്യാമ്പലത്ത് മാരാർജി സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന സുരേഷ് ഗോപി തുടർന്ന് EK നായനാരുടെ വീട്ടിലെത്തി ശാരദ ടീച്ചറെ കാണും. വൈകിട്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം മറ്റന്നാൾ തൃശ്ശൂരിലേക്ക് പോകും. प्रायोरिटी ये सब मुझे नया है, ये मिनिस्ट्री मैंने I was not expecting this ministry, so it's a huge responsibility. So I have to definitely look into the prospects at which my Prime Minister is looking forward to, and what kind of a load he's put on my Minister Puriji. So after going through all those, the content of the next level of emerging petroleum systems in India, after learning it properly, maybe I will be able to put in my contribution on the basis of the understanding that I've had from the living standards, the life settling standards of the people of Kerala and Tamil Nadu. Definitely that will be a standard understanding of the conditions of the life of the people in the country, and then looking at the prospects of oil exploration. It is said that there is a spot in Kollam, which is the district and town which brought me up. It is the same town which taught me the language that you are listening to now. So let's keep our thoughts open, so that I will also keep my thoughts open to imbibe from my senior minister and also my Prime Minister, also the panel who will support me. But thanks to the people of Kerala through Trichur, I bow പെട്രോളിയം, before them. പ്രകൃതിവാതകം, ടൂറിസം ഈ വകുപ്പുകളുടെ ചുമതലയാണ് സുരേഷ് ഗോപി നിർവഹിച്ചു തുടങ്ങിയത്. രാജേഷ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. രാജേഷ്, ഇപ്പോൾ ഏതാണ്ട് പകുതിയിലേറെ മന്ത്രിമാർ ചുമതല ഏറ്റെടുത്തു. ചെന്നൈ മോർണിംഗ് ബൈസ് തുടരുകയാണ്. സംസ്ഥാനത്ത് ഓറഞ്ച് അലേർട്ടുകൾ പിൻവലിച്ചു. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയുള്ള മഴയുണ്ടാകുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നു. മഞ്ഞുമൽ ബോയ്സ് ചരിത്രം സൃഷ്ടിച്ച സിനിമയാണ്. അതിന് നിർമ്മാതാക്കൾക്കെതിരായിട്ടുള്ള ED അന്വേഷണത്തിൽ നടൻ സൗബിൻ ഷാഹിറിനെ ഉടൻ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നുള്ളതാണ് വിവരം. കഴിഞ്ഞ ദിവസം ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചിരുന്നു, എങ്കിലും ഹാജരായില്ല. പറവ ഫിലിംസ് കള്ളപ്പണം ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ എന്നാണ് ED അന്വേഷിക്കുന്നത്. സിനിമയ്ക്ക് വേണ്ടി 7 കോടി രൂപ മുടക്കിയിട്ടും തിരികെ പണമൊന്നും ലഭിച്ചില്ല എന്ന അരൂർ സ്വദേശി സിറാജിന്റെ പരാതിയിലാണ് ഈ അന്വേഷണം. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അതേസമയം സിനിമാ നിർമ്മാതാക്കൾക്കെതിരെ പോലീസ് ഹൈക്കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് സെവൻസ് കളിക്കാനെത്തിയ വിദേശ താരത്തിന് പണം നൽകാതെ വഞ്ചിച്ചുവെന്ന് പരാതി. ഐവറി കോസ്റ്റിൽ നിന്നുള്ള കാങ്ക കൗസിയാണ് പരാതിയുമായി മലപ്പുറം SP-യെ സമീപിച്ചത്. കഴിഞ്ഞ 6 മാസമായി ശമ്പളവും ഭക്ഷണവും ലഭിക്കാതെയാണ് മലപ്പുറത്ത് കുടുങ്ങിയതെന്ന് താരം പറയുന്നു.
ഈ വർഷം ജനുവരിയിലാണ് ഐവറി കോസ്റ്റ് താരം കാങ്ക കൗസി മലപ്പുറത്തെത്തിയത്. ഏജന്റായ KP നൌഫൽ എന്ന വ്യക്തിയുടെ കരാറിലാണ് ഇവിടെ എത്തിയതെന്ന് ഇയാൾ പറയുന്നു. ഓരോ മത്സരത്തിനും നിശ്ചിത തുക കരാറിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ സീസണിൽ ആകെ കളിപ്പിച്ചത് 2 മത്സരങ്ങളിൽ മാത്രം. വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ലഭിച്ചില്ലെന്നും ഇതുവരെ 1 രൂപ പോലും പ്രതിഫലം കിട്ടിയിട്ടില്ലെന്നുമാണ് താരത്തിന്റെ പരാതി. Vraiment, la situation est très difficile actuellement. Je vais rentrer chez moi. Mon visa finit le 3 juillet. Et si mon visa finit, je tombe en novacité, c'est un problème pour sortir du pays, c'est un problème. Ou soit tu fais la prison quand ton visa expire. Voilà, moi je vais rentrer chez moi, que le club paie mon billet, que je rentre chez moi. D'abord, les règles qui sont sur le papier n'ont pas été réglées. Ils ont mis $25 000 sur le papier. Je n'ai ni reçu 5 francs, $25 000, ni 5 francs, je n'ai pas reçu jusqu'à présent. Voilà, je veux qu'ils me règlent tout mon argent et je rentre chez moi. ജൂലൈ 3 വിസ കാലാവധി തീരാനിരിക്കെ തിരിച്ചു പോകാനുള്ള ടിക്കറ്റ് പോലും കിട്ടാത്തതിന്റെ ആശങ്കയിലാണ് ഇയാൾ പോലീസിനെ സമീപിച്ചത്. അതേസമയം നെല്ലിക്കുത്ത് FC പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് താരത്തെ കൊണ്ടുവന്നതെന്ന് ക്ലബ്ബ് അധികൃതർ വിശദീകരിച്ചു. കളിക്കാരന് നേരത്തെ പരിചയമില്ലെന്നും മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്നും നെല്ലിക്കുത്ത് FC അധികൃതർ പറഞ്ഞു. എങ്ങനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്നാണ് കാങ്ക കൗസിയുടെ ആവശ്യം. ന്യൂസ് 18 മലപ്പുറം. ജമ്മു കാശ്മീരിൽ 3 ദിവസത്തിനിടെ 3ാമത്തെ ഭീകരാക്രമണം. ഡോഡയിൽ സൈനിക പോസ്റ്റിന് നേരെയുണ്ടായ വെടിവെപ്പിൽ 2 ജവാന്മാർക്ക് പരിക്കേറ്റു. കത്വയിലുണ്ടായ ആക്രമണത്തിൽ ഒരു ഭീകരനെ സുരക്ഷാസേന വധിച്ചു. റിയാസിൽ ബസിന് നേരെ ആക്രമണം നടത്തിയ ഭീകരന്റെ രേഖാചിത്രവും പുറത്തുവിട്ടു. ER രാകേഷ് ചേരുന്നു. രാകേഷ്, ഇതെപ്പോഴാണ് ഈ 3ാമത്തെ ആക്രമണം ഉണ്ടായത്? രാകേഷ്, ഈ 3ാമത്തെ ഭീകരാക്രമണം അത് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത്? എൽദോ 3 ഭീകരാക്രമണമാണ് കഴിഞ്ഞ 72 മണിക്കൂറിനിടെ ജമ്മു കശ്മീരിൽ ഉണ്ടായത്. കാരണം ആദ്യം റിയാസിയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം കത്വയിൽ വീടിന് നേരെ ആക്രമണം നടത്തുന്നു. ഇന്നലെ രാത്രി സൈനിക പോസ്റ്റിന് നേരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ 3 ആക്രമണങ്ങൾ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷയിലാണ്, അതീവ ജാഗ്രതയിലാണ് ജമ്മു കശ്മീർ. ഇന്നലെ രാത്രി രാഷ്ട്രീയ റൈഫിൾസിനെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും പോസ്റ്റിന് നേരെയാണ് ആക്രമണം നടത്തിയത് ഭീകരർ. തുടർന്ന് സുരക്ഷാ സേനയും തിരിച്ചടിച്ചെങ്കിലും ഭീകരരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കത്വയിൽ ഇന്റർനാഷണൽ ബോർഡറിനോട് ചേർന്നുള്ള പ്രദേശത്ത് ഹിരാനഗർ സെക്ടറിലാണ് ആക്രമണം നടന്നത്. അതിർത്തി മറികടന്നെത്തിയ ഭീകരർ ആദ്യം ഒരു വീട്ടിലെത്തുകയും തുടർന്ന് വെള്ളം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആ സമയത്ത് ആ വീട്ടിൽ അച്ഛനും മകനുമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. തുടർന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അവിടെ സുരക്ഷാ സേന നടത്തിയ തെരച്ചിലിൽ ഒരു ഭീകരനെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയും ഇപ്പോഴും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. 3ാമത്തെ സംഭവം റിയാസിയിലുണ്ടായ ആക്രമണമാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെയാണ് റിയാസി ജില്ലയിൽ തീർത്ഥാടക സംഘത്തിന് നേരെ ആക്രമണം നടന്നത്. അന്ന് 9 പേരാണ് കൊല്ലപ്പെട്ടത്. ഒപ്പം 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അത് ബസ്സിന് നേരെ ആദ്യം ഡ്രൈവർക്ക് നേരെ വെടിവെക്കുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ടുകൊണ്ട് ബസ് കൊക്കയിലേക്ക് മറിയുന്നു. ഏതായാലും ആ സംഭവത്തിൽ ഇതുവരെ പ്രതികളെ ഭീകരരെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ദൃക്സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കിയിട്ടുണ്ട് പോലീസ്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമായി നടക്കുന്നത്. മാത്രവുമല്ല ഇവരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഈ പാരിതോഷവും ഇപ്പോൾ സുരക്ഷാ സേന പ്രഖ്യാപിച്ചിട്ടുണ്ട്. എൽദോ, ഓക്കെ. എന്താണെങ്കിലും ജമ്മു കാശ്മീരിൽ 72 മണിക്കൂറിനിടെ 3ാമത്തെ ഭീകരാക്രമണമാണ് സംഭവിക്കുന്നത്. വളരെ ജാഗ്രത പുലർത്തുന്നു അവിടെ. പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് ഇനി മുതൽ ദുരന്ത നിവാരണ അതോറിറ്റി സൈറൺ മുഴക്കിയുള്ള മുന്നറിയിപ്പ് നൽകും. പൊതുയിടങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന 86 സൈറണുകളുടെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. ആയിഷത്തുൽ ഷംന അതിന്റെ വിശദാംശങ്ങൾ നൽകും. സമഗ്ര മുന്നറിയിപ്പ് സംവിധാനമാണ് കവചം. പ്രകൃതി ദുരന്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഈ സൈറണുകൾ സ്ഥാപിച്ചത്. 85 സൈറണുകളാണ് സംസ്ഥാനത്ത് ആകെ സ്ഥാപിച്ചിട്ടുള്ളത്. കവചം എന്ന പദ്ധതിയിൽ ശബ്ദത്തിന് പുറമെ ലൈറ്റുകളിലൂടെയും മുന്നറിയിപ്പ് നൽകും. 72 കോടി മുതൽ മുടക്കിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്ത് നിന്നും ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ നിന്നും ഇവ പ്രവർത്തിപ്പിക്കാനാകും.
പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള സൈറൻ ഉച്ചത്തിൽ ശബ്ദിക്കുന്നത് കേട്ടാൽ ദുരന്തത്തിന്റെ സൂചനകൾ മനസ്സിലാക്കി ജനങ്ങൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് അഭയം പ്രാപിക്കണം. ദുരന്തത്തിന്റെ തീവ്രത അനുസരിച്ച് സൈറനിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് തന്നെ ഓരോ സൈറന്റെയും അർത്ഥം മനസ്സിലാക്കുകയും വേണം. എറണാകുളം ജില്ലയിൽ പള്ളിപ്പുറം, തുരുത്തിപ്പുറം, പാലിയം, ഗവൺമെന്റ് HSS ചേന്നമംഗലം, ഗവൺമെന്റ് JBS കുന്നുകര, ഗവൺമെന്റ് MIUPS വെളിയത്തുനാട്, ഗവൺമെന്റ് HSS വെസ്റ്റ് കൊടുങ്ങല്ലൂർ, ഗവൺമെന്റ് ബോയ്സ് HSS ആലുവ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശിവൻകുന്ന്, മൂവാറ്റുപുഴ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മുടിക്കൽ, എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ്, ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്റർ, കലക്ടറേറ്റ്, കാക്കനാട് എന്നിവിടങ്ങളിലാണ് സൈറനുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഇനി രസകരമായിട്ടുള്ളൊരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രജ്ഞൻ നടത്തിയ ഒരു വെളിപ്പെടുത്തലുണ്ടായിരുന്നു. അത് ലോകത്തെ ഒന്ന് അമ്പരപ്പിച്ചു. മനുഷ്യർക്കിടയിൽ നമ്മളറിയാതെ അന്യഗ്രഹ ജീവികൾ ഉണ്ടാകുമെന്നുള്ളത്. ഈ വെളിപ്പെടുത്തലിന്റെ സത്യം പറയാനുള്ള ആകാംക്ഷയിലാണ് ശാസ്ത്രലോകം. നോക്കാം. ഭൂമിയിൽ നമുക്കിടയിൽ അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമുണ്ടെന്ന അവകാശവാദവുമായി ശാസ്ത്രജ്ഞൻ. നൊബേൽ സമ്മാന പുരസ്കാര നോമിനിയും പ്രശസ്ത ഇമ്മ്യൂണോളജിസ്റ്റും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസറുമായ ഗാരി നോളനാണ് ഈ വാദവുമായി രംഗത്തെത്തിയത്. അന്യഗ്രഹ ജീവികൾ മുൻപും ഭൂമിയിലെത്തിയിട്ടുണ്ട്, ഇന്നും നമ്മുടെ ഗ്രഹത്തിൽ നിലനിൽക്കുന്നു. ഇക്കാര്യം 100% ഉറപ്പാണെന്നും ഗാരി നോളൻ പറയുന്നു. US-ലെ മാൻഹട്ടനിൽ നടന്ന സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. മനുഷ്യരാശി ഈ ജീവിവർഗങ്ങളുമായി അവയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാതെ മുൻപ് ഇടപെട്ടിട്ടുണ്ടാകാമെന്നും നോളൻ പറയുന്നു. മനുഷ്യരുടെ വേഷം ധരിച്ച് നമുക്കിടയിൽ ഇടകലരുന്നതിനു പകരം ഈ ജീവിരൂപങ്ങൾ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറയുന്നു. മനുഷ്യ സമൂഹത്തിന് അന്യഗ്രഹ ജീവികൾ ഭീഷണിയാകുമെന്ന് താൻ ഭയപ്പെടുന്നില്ലെന്നും പ്രൊഫസർ ചൂണ്ടിക്കാട്ടി. ഭൂമിയിൽ അവശേഷിക്കുന്ന ഏതെങ്കിലും അന്യഗ്രഹ സാങ്കേതിക വിദ്യയിൽ നിന്ന് മനുഷ്യർക്ക് എങ്ങനെ പ്രയോജനമുണ്ടാക്കാമെന്ന് കണ്ടെത്തുന്നതിലാണ് തന്റെ ശ്രദ്ധയെന്ന് ഊന്നിപ്പറഞ്ഞ അദ്ദേഹം അന്യഗ്രഹ ആക്രമണങ്ങളെ സംബന്ധിച്ച സങ്കല്പത്തെ തള്ളിക്കളഞ്ഞു. ഇമ്മ്യൂണോളജിയുമായി ബന്ധപ്പെട്ട തന്റെ അറിവ് ഉപയോഗിച്ച് നിഗൂഢമായ ആകാശ പ്രതിഭാസങ്ങളുമായുള്ള സമ്പർക്കം മൂലമുണ്ടാകുന്ന ആരോഗ്യപരമായ വെല്ലുവിളികളെക്കുറിച്ച് CIA-യുമായി ചേർന്ന് നടത്തിയ പ്രവർത്തനങ്ങളും ചൂണ്ടിക്കാട്ടി. ഇത്തരം അവസ്ഥയിൽ രോഗികൾ കാണിക്കുന്ന ലക്ഷണങ്ങളും ഹവാന സിൻഡ്രോം എന്നറിയപ്പെടുന്ന രോഗവും തമ്മിലുള്ള ശ്രദ്ധേയമായ സമാനതകൾ അദ്ദേഹം എടുത്തുകാട്ടി. 2016 ക്യൂബയിൽ തിരിച്ചറിയുകയും വിദേശത്ത് നിലയുറപ്പിച്ച നിരവധി US ഉദ്യോഗസ്ഥരെയും സൈനികരെയും ബാധിക്കുകയും ചെയ്തു. കൂടാതെ UFOകൾ കണ്ടെത്തിയ പ്രദേശങ്ങളിൽ നിന്ന് ശേഖരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട വസ്തുക്കളുടെ പരിശോധന ഉൾപ്പെടുന്ന CIA ഗവേഷണ പദ്ധതികളിൽ താൻ പങ്കാളിയാണെന്ന് നോളൻ അവകാശപ്പെടുന്നു. റിവേഴ്സ് എഞ്ചിനീയറിംഗ്, UFO സാങ്കേതികവിദ്യ ലക്ഷ്യമിട്ടുള്ള രഹസ്യ പ്രോഗ്രാമുകളിൽ ജോലി ചെയ്തവരുമായോ ഇപ്പോൾ പ്രവർത്തിക്കുന്നവരുമായോ ബന്ധം പുലർത്തിയിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. അമേരിക്ക മുൻവർഷം പാസാക്കിയ നാഷണൽ ഡിഫൻസ് ഓതറൈസേഷൻ ആക്ടിന്റെ 30 പേജുകളിൽ പറയുന്നത് UFOകൾക്കായി പ്രത്യേക കാര്യാലയം തുടങ്ങണമെന്നാണെന്നും നോളൻ വ്യക്തമാക്കി. നിലവിൽ ഇതിനായുള്ള ഓഫീസിൽ 25 ജീവനക്കാരുണ്ട്. അസാധാരണ നീക്കങ്ങൾ ശ്രദ്ധിച്ചു രേഖപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ജോലി. കൂടാതെ പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ കൈമാറാനുള്ള സംവിധാനവുമുണ്ട്. ഇത്തരത്തിൽ സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ തന്നെയാണ് അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്നതിന്റെ ഏറ്റവും വലിയ തെളിവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ ഭരണചക്രം തിരിക്കാൻ 7 വനിതകളാണുള്ളത്. നാരീശക്തിക്ക് പ്രാധാന്യം നൽകി 7 പേരെയാണ് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3ാം മന്ത്രിസഭയിൽ ഭരണചക്രം തിരിക്കാൻ കരുത്തരായ 7 സ്ത്രീകളും നാരീശക്തിക്ക് പ്രാധാന്യം നൽകി 7 വനിതാ മന്ത്രിമാരെയാണ് 72 അംഗ കേന്ദ്രമന്ത്രിസഭയിൽ BJP ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 2ാം ഭരണകാലത്ത് 6 വനിതാ മന്ത്രിമാരായിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. നിർമ്മല സീതാരാമൻ, ഹർസിമ്രത് കൗർ ബാദൽ, സ്മൃതി സുബിൻ ഇറാനി, സുശ്രീ ദേബശ്രീ ചൗധരി, സ്വാതി നിരഞ്ജൻ ജ്യോതി, രേണുക സിംഗ്, സരിത എന്നിവരായിരുന്നു മോദി 2.0 മന്ത്രിമാർ. 2020
ശിരോമണി അകാലിദളിന്റെ MP ആയിരുന്ന ഹർസിമ്രത് കൗർ ബാദൽ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് രാജിവെച്ചതും നമ്മൾ കണ്ടതാണ്. കർഷക ബില്ലുകൾക്കെതിരെ പ്രതിഷേധിച്ചായിരുന്നു അവരുടെ രാജി. അതേസമയം 2014 അതായത് ഒന്നാം മോദി സർക്കാരിൽ 7 വനിതാ മന്ത്രിമാർ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. സുഷമ സ്വരാജ്, സ്മൃതി ഇറാനി, ഉമാഭാരതി, ഹർസിമ്രത് കൗർ, മനേകാ ഗാന്ധി, നിർമ്മല സീതാരാമൻ, ഡോക്ടർ നജ്മ ഹെപ്തുള്ള എന്നിവരായിരുന്നു അത്. മൂന്നാം വട്ടവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമ്പോൾ സ്ത്രീ സമൂഹത്തിന് അഭിമാനമായി വീണ്ടും 7 മന്ത്രിമാർ ചുമതലയേൽക്കുന്നു. നിർമ്മല സീതാരാമൻ, BJP MPമാരായ അന്നപൂർണ ദേവി, ശോഭ കരന്ദിലജെ, ക്ഷാ ഗഡ്സെ, സാവിത്രി താക്കൂർ, നിമുബൻ ഭംബാനിയ, അപരാദൾ MP അനുപ്രിയ പട്ടേൽ എന്നിവരാണ് പുതിയ മന്ത്രിസഭയിലെ വനിതാ പ്രാതിനിധ്യങ്ങൾ. നിർമ്മല സീതാരാമനും അന്നപൂർണ ദേവിക്കും ക്യാബിനറ്റ് സ്ഥാനം നൽകിയപ്പോൾ മറ്റുള്ളവർക്ക് സഹമന്ത്രിമാരായാണ് പ്രധാനമന്ത്രി നിയമനം നൽകിയത്. മുൻ ധനകാര്യമന്ത്രിയും രാജ്യസഭാ അംഗവുമായ നിർമ്മല സീതാരാമനാണ് ഇതിലേറ്റവും പ്രധാനി. അരുൺ ജെയ്റ്റ്ലി, മൻമോഹൻ സിംഗ് എന്നിവരോടൊപ്പം ധനമന്ത്രിയായി ഒരു മുഴുവൻ കാലാവധിയും സേവനമനുഷ്ഠിക്കുകയും 2ാം തലമുറ പരിഷ്കാരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്ത നിർമ്മല മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആദ്യ വനിത എന്ന റെക്കോർഡും സൃഷ്ടിച്ചു. മോദി സർക്കാരിൻ്റെ തുടർച്ചയായ 3ാം ടേം BJPയുടെ ഉജ്ജ്വല വക്താവായ അവർ 2014 നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായപ്പോൾ തന്നെ മന്ത്രിസഭയിലുണ്ടായിരുന്നു. കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായിരുന്ന അന്നപൂർണ ദേവിക്ക് ഇത്തവണ ക്യാബിനറ്റ് പദവി നൽകുകയായിരുന്നു. നരേന്ദ്രമോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത വീട്ടമ്മ കൂടിയാണ് അന്നപൂർണ ദേവി. അവർ ഒരിക്കലും രാഷ്ട്രീയം ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന് വിചാരിച്ചിരുന്ന ഒരു വനിതയല്ല. 1998 RJD നിയമസഭാംഗമായിരുന്ന അവരുടെ ഭർത്താവ് രമേശ് യാദവ് പെട്ടെന്ന് മരണമടഞ്ഞതോടെ ജീവിതം നാടകീയമായ ഒരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയായിരുന്നു. രാഷ്ട്രീയ രംഗത്തേക്ക് അപ്രതീക്ഷിതമായി കടക്കേണ്ടി വരുന്നു. പുതിയ പാതയിലൂടെ യാത്ര ആരംഭിക്കുന്നു. 2021 മന്ത്രിസ്ഥാനവും അന്നപൂർണ ദേവിക്ക് അപ്രതീക്ഷിതമായിരുന്നു. ജാർഖണ്ഡിലെ OBC വോട്ട് ബാങ്ക് ഉറപ്പിക്കുന്നതിനുള്ള BJPയുടെ കണക്കുകൂട്ടൽ തന്നെയായിരുന്നു ഈ മന്ത്രിസ്ഥാനത്തിന് പിന്നിൽ. BJP സഖ്യകക്ഷിയായ അപനാദൾ സോനേലാൽ നേതാവാണ് അനുപ്രിയ പട്ടേൽ. ആദ്യ നരേന്ദ്രമോദി സർക്കാരിൽ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പിൽ സഹമന്ത്രിയായിരുന്നു അനുപ്രിയ. 2ാം മോദി സർക്കാരിൽ വാണിജ്യ വ്യവസായ വകുപ്പിൽ സഹമന്ത്രിയുമായിരുന്നു. 2 സീറ്റുണ്ടായിരുന്ന അപരാദൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങി. 37-കാരിയായ രക്ഷ ഖഡ്സെ റാവലിൽ നിന്ന് 3 തവണ ലോക്സഭാ MP-ആയ നേതാവാണ്. മഹാരാഷ്ട്ര നേതാവ് ഏക്നാഥ് ഖഡ്സെയുടെ മരുമകൾ കൂടിയാണ് രക്ഷ ഖഡ്സെ. ആദ്യമായാണ് രക്ഷ കേന്ദ്രമന്ത്രിയാകുന്നതെങ്കിലും നേരത്തെ പഞ്ചായത്ത് പ്രസിഡന്റായും സിലാ പരിഷത്ത് അംഗമായും പ്രവർത്തിച്ചതിൻ്റെ പരിചയം അവർക്കുണ്ട്. സാവിത്രി താക്കൂറാണ് മോദി മന്ത്രിസഭയിലെ മറ്റൊരു പുതുമുഖം. ധറിൽ നിന്ന് 2 തവണ MP-ആയ സാവിത്രി താക്കൂർ 2014 വിജയിച്ചിരുന്നുവെങ്കിലും 2019 പരാജയപ്പെട്ടു. ഇത്തവണ 2 ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സാവിത്രി താക്കൂർ വിജയിച്ചത്. പഞ്ചായത്ത് തലത്തിൽ പ്രവർത്തിച്ചതിൻ്റെ പരിചയമുണ്ട് അവർക്ക്. RSS പശ്ചാത്തലത്തിൽ നിന്നുള്ള തുറന്ന രാഷ്ട്രീയക്കാരിയാണ് ശോഭ കരന്ദിലജെ. കർണാടകയിൽ BJPയിലെ ശക്തനായ നേതാവ് BS യെദ്യൂരപ്പയുടെ വിശ്വസ്തയായ ശോഭ വീണ്ടും കേന്ദ്ര സർക്കാരിൽ ഇടം നേടുകയാണ്. 3 തവണ ലോക്സഭാംഗമായ അവർ 2021 മുൻ മോദി സർക്കാരിൻ്റെ ഭരണകാലത്ത് കേന്ദ്രമന്ത്രിമാരുടെ കൗൺസിലിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരികയായിരുന്നു. കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു. ഗുജറാത്തിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭാരതീയ ജനതാ പാർട്ടിയുടെ 3 വനിതാ സ്ഥാനാർത്ഥികളിൽ ഒരാളായ നിമുബൻ ഭംബാനിയ കേന്ദ്രമന്ത്രിസഭയിൽ സഹമന്ത്രിയായി. ഭാവ്നഗർ മണ്ഡലത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ഉമേഷ് മക്യാനിയെ 4 ലക്ഷത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ഇവർ പരാജയപ്പെടുത്തിയത്. 2009-ലും 10-നും 2015-ലും 18-നും ഇടയിൽ 2 തവണ ഭാവ്നഗർ മേയറായി സേവനമനുഷ്ഠിച്ച ഇവർ 2013-നും 2021-നും ഇടയിൽ BJP മഹിളാ മോർച്ചയുടെ സംസ്ഥാന ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റായിരുന്നു. മുൻ അധ്യാപിക കൂടിയാണ് ഭംബാനിയ. 2004-ലാണ് ഭംബാനിയ BJPയിൽ ചേർന്നത്. OBC കോലി സമുദായത്തിൽ നിന്നുള്ള ഈ നേതാവിലൂടെ BJPക്ക് ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. അങ്ങനെ 7 വനിതാ മന്ത്രിമാർ, 7 പേരും വ്യത്യസ്ത തലങ്ങളിൽ പ്രാഗൽഭ്യമുള്ളവർ. മോദി മന്ത്രിസഭയുടെ മുഖമാവുകയാണ് ഈ വനിതാ മന്ത്രിമാർ.
ഇനി മറ്റൊരു റിപ്പോർട്ട് വരുന്നതായി സ്ത്രീകൾ കൂട്ടത്തോടെ IT മേഖലയിലെ ജോലി ഉപേക്ഷിക്കുന്നു എന്നുള്ളതാണ്. മുൻനിര IT കമ്പനിയിൽ നിന്ന് കഴിഞ്ഞ ഒരു വർഷം 25,000-ഓളം സ്ത്രീകൾ ജോലി ഉപേക്ഷിച്ചുവെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. രാജ്യത്തെ മുൻനിര IT കമ്പനികളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ട്. ഇൻഫോസിസ്, TCS, വിപ്രോ, LTI മൈൻട്രി, HCL ടെക് തുടങ്ങിയ കമ്പനികളിലെ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിലാണ് ഗണ്യമായ കുറവുണ്ടായത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം 25,000 സ്ത്രീ ജീവനക്കാരാണ് കുറഞ്ഞത്. സ്റ്റാഫിംഗ് സ്ഥാപനമായ എക്സ്ഫെനോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത്. COVID-19 തുടക്ക സമയത്ത് IT മേഖല തിരഞ്ഞെടുക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായിരുന്നു. എന്നാൽ അതിൽ വലിയ ഇടിവാണ് നിലവിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. 2020 മാർച്ച് മുതൽ 2023 മാർച്ച് വരെ IT കമ്പനികളിലെ സ്ത്രീകളുടെ എണ്ണം 3,74,000-ൽ നിന്നും 5,40,000-ആയി വർദ്ധിച്ചിരുന്നു. എന്നാൽ 2024 മാർച്ചിൽ അവസാനിച്ച സാമ്പത്തിക വർഷത്തിൽ സ്ത്രീകളുടെ എണ്ണം 5,15,000-ആയി കുറഞ്ഞു. കണക്കുകൾ അനുസരിച്ച് 2020-നും 2024-നും ഇടയിൽ മൊത്തം സ്ത്രീ ജീവനക്കാരുടെ എണ്ണം 1,41,000-ആയി വർദ്ധിച്ചിരുന്നു. എന്നാൽ ലിംഗ അനുപാതം 0.9% മാത്രമേ വർദ്ധിച്ചിരുന്നുള്ളൂ. COVID-19 മുൻപുള്ള വർഷങ്ങളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണത്തിൽ 1.56% വർധനവ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിൽ ലിംഗാനുപാതം 34.32% വരെ എത്തിയിരുന്നു. എന്നാൽ അത് 34.26%-ആയി കുറഞ്ഞതായാണ് കണ്ടെത്തൽ. പ്രമുഖ ഡൈവേഴ്സിറ്റി, ഇൻക്വിറ്റി, ഇൻക്ലൂഷൻ സൊല്യൂഷൻസ് കമ്പനിയായ അവതാർ ഗ്രൂപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് IT മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ നേതൃസ്ഥാനത്തേക്കെത്തുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുണ്ട്. കമ്പനികളിലെ താഴ്ന്ന തസ്തികകളിൽ 35% ലിംഗാനുപാതം നിലനിൽക്കുമ്പോൾ കമ്പനികളുടെ മുകൾ തട്ടിൽ 17% ലിംഗാനുപാതം. കരിയറിൽ ഉയർച്ച ആഗ്രഹിച്ച് ഒരു മേഖലയിൽ ജോലി തിരഞ്ഞെടുത്തിട്ടും അതിൽ ഒരു പുരോഗതിയും ലഭിക്കാതെ എല്ലാ കാലവും ഒരേ നിലയിൽ തുടരുന്നത് ആരെയും തളർത്തുമെന്ന് അവതാർ ഗ്രൂപ്പിന്റെ സ്ഥാപകയും പ്രസിഡന്റുമായ സൗന്ദര്യ രാജേഷ് പറഞ്ഞു. സ്വന്തം ഇഷ്ടപ്രകാരമോ അല്ലാതെയോ IT കമ്പനികളിൽ നിന്നും പുറത്തു പോകേണ്ടി വരുന്ന സ്ത്രീകളുടെ എണ്ണം നിലവിൽ 26%. മറ്റ് തൊഴിൽ മേഖലകളിൽ 21% ഈ നിരക്ക്. കുടുംബപരമായും മറ്റുള്ള ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരികയും ഒപ്പം ജോലിയിൽ സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ഈ കൊഴിഞ്ഞുപോക്കിന് കാരണമെന്നാണ് വിവരം. IT മേഖലയിലേക്ക് സ്ത്രീകളെ ആകർഷിക്കുന്നതിനായി നിരവധി പദ്ധതികൾ പല കമ്പനികളും നടപ്പാക്കുന്നുണ്ട്. അതേസമയം ഇത്തരം പ്രോഗ്രാമുകളിലേക്ക് തിരഞ്ഞെടുക്കുന്ന എല്ലാവർക്കും ജോലി ലഭിക്കുന്നില്ലെന്ന വസ്തുതയും സൗന്ദര്യ രാജേഷ് ചൂണ്ടിക്കാട്ടി. ജീവിതഘട്ടങ്ങളിൽ സ്ത്രീകളെ പിന്തുണയ്ക്കുന്ന നടപടികൾ മുന്നോട്ടുവെച്ചും അവർക്ക് തൊഴിലിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ നൽകിയും മെന്റർഷിപ്പ് പ്രോഗ്രാമുകൾ ഏർപ്പെടുത്തിയും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കൂടുതൽ സ്ത്രീകളെ IT മേഖലയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ടീം ലീസ് ഡിജിറ്റലിലെ ബിസിനസ് മേധാവിയായ കൃഷ്ണ വിജ് അഭിപ്രായപ്പെട്ടു. അപ്പോൾ ആ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് വെബ്സിന്റെ സമയം പൂർത്തിയാക്കുകയാണ്. വീണ്ടും നാളെ കാണാം. നമസ്കാരം.